السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ബഹുമാനിരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, പാവപ്പെട്ട മക്കളെയും സ്ത്രീജനങ്ങളെയും അടക്കം ഒരു യന്ത്ര സംവിധാനം പോലുമില്ലാത്ത ബോട്ടുകളിൽ, ബോട്ട് എന്നതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, മച്ചുവകളിൽ കയറ്റി കടലിലേക്ക് തള്ളിവിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ, എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യം കടലിലേക്ക് തള്ളിവിടുമ്പോൾ ആർത്തിരമ്പുന്ന സമുദ്രത്തിന്റെ നടുവിൽ ഓളങ്ങൾക്കൊപ്പം തുള്ളിക്കളിക്കുന്ന വള്ളത്തിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ, കുടിക്കാനൊരിറ്റ് വെള്ളമില്ലാതെ, പരസ്പരം കലഹിച്ചവസാനം ആ കടലിന്റെ നടുക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരെ കുറിച്ച് നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ചോദിക്കുകയാണ് ലോകം, ആരാണിവർ? മറുപടി റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരമില്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞതുപോലെ UN ഇപ്പോൾ അതിന് ഇടപെട്ടു. അതിൽ ഇടപെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. ലോകം കണ്ട ഏറ്റവും കിരാതമായ, ലോകം കണ്ട ഏറ്റവും മോശമായ വൃത്തികെട്ട വംശഹത്യയാണ്, നരനായാട്ടാണ് മ്യാൻമറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഉപകാരം. കാരണം അത്രയുമെങ്കിലും സംസാരിക്കുവാൻ സാധിച്ചുവല്ലോ, അത്രയുമെങ്കിലും പറഞ്ഞുവല്ലോ. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കണം, ഈ രൂപത്തിൽ മ്യാൻമർ ലോകശ്രദ്ധയെ ആകർഷിക്കുമ്പോ ലോകം, അവിടുത്തെ മുസ്ലിങ്ങൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ലോകമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോ അതിന്റെ മറുഭാഗത്തുകൂടി വളരെ ശക്തമായ ചില പ്രചരണങ്ങൾ നടക്കുകയാണ്. എന്താണ് ആ പ്രചരണങ്ങൾ? ഞാൻ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നും ഇതിൽ സംസാരിക്കണമെന്നും ആഗ്രഹിച്ചതും അതിനുവേണ്ടി താല്പര്യം കാണിച്ചതും വ്യക്തിപരമായി തന്നെയാണ്. കാരണം അജണ്ടകൾ നടപ്പാക്കിയതിനു ശേഷം, ഒരു വലിയ ജനതയെ ക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷം, അവരെ കൊന്നൊടുക്കിയതിനു ശേഷം, അവരെക്കുറിച്ചുള്ള കള്ളക്കഥകൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ പാവപ്പെട്ട കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരങ്ങളെ കുറിച്ച് പോലും അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ മനുഷ്യരെ പോലും കൊള്ളരുതാത്തവരായി ചിത്രീകരിച്ച് നാളെ ഒരു സമൂഹം ഈ ലോകത്ത് കടന്നു വരുമ്പോ അങ്ങകലെ മ്യാൻമറിന്റെ ഓരങ്ങളിൽ കുറച്ച് മനുഷ്യർ ജീവിച്ചിരുന്നു. കുടിയേറ്റക്കാരായി കടന്നു വന്ന് തങ്ങൾക്ക് ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം നടപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആ വലിയ രാജ്യത്തെ പിടിച്ചടക്കാൻ ശ്രമിച്ച തീവ്രവാദികളെ അവിടെ ഉണ്ടായിരുന്ന ദേശസ്നേഹികൾ കൊന്നൊടുക്കി എന്ന്
നാളെ നമ്മുടെ മക്കൾ പഠിക്കാതിരിക്കാൻ, നിരപരാധികളായ മനുഷ്യരെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ ബോധവൽക്കരണം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടിക്ക് വ്യക്തിപരമായി ഒരു സംഘടനാ സംവിധാനം അതിൻ്റെതായ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ എന്റേതായ ഒരു പങ്കുചേരൽ ഉണ്ടാകണം, എന്റേതായ എന്തെങ്കിലും സമർപ്പിക്കാൻ കഴിയണമെന്ന് ചിന്തിച്ചതും ആലോചിച്ചതും ഈ സമൂഹ മധ്യത്തിലേക്ക് കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന കാട്ടാളന്മാർ, മനുഷ്യത്വമില്ലാത്തവർ, മനുഷ്യത്വം മരവിച്ചു പോയവർ, ബുദ്ധി തന്നെ മരവിച്ചു പോയവർ, കള്ളക്കഥകൾ മെനയുന്ന ആധുനിക ഗീബൽസുമാർ നമുക്കിടയിൽ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാൻ കഴിയും, ഒരു മനുഷ്യന്റെ മനസ്സുൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല അങ്ങകലെ മ്യാൻമറിൽ നടക്കുന്നത്. ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയുന്നത് മാത്രം, കാരണം അതിൽ പലതും പരസ്യമായി പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ആ നാട്ടിലെ മനുഷ്യർ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെ പച്ചയായി ചെയ്തു കൂട്ടുന്ന ക്രൂരതകളും പരസ്യമായി പ്രദർശിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ, കണ്ണുള്ളവർക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത രൂപത്തിൽ, കൽബുള്ളവർക്കൊരു വേള പോലും മനസാന്നിധ്യത്തോടെ നോക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ നാട്ടിൽ നടക്കുന്ന നരനായാട്ട് ആർക്കാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയുക? ആർക്കാണ് ഇതിനോട്, ഈ നിരഹത്യയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുക? ആർക്കാണ് ഈ അനാശാസ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുക? ഏത് മനസാക്ഷിയാണ് ഇതിനെ അംഗീകരിക്കുക? നിങ്ങൾ മനസ്സിലാക്കണം, ഏതോ വർഷങ്ങൾക്കപ്പുറം, എത്രയോ വർഷങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകമറിയാത്ത, ലോക സമൂഹത്തിന്റെ പുരോഗതി അറിയാത്ത, നാഗരികത അറിയാത്ത, സംസ്കാരമറിയാത്ത ഏതോ കാട്ടാളന്മാർക്കിടയിൽ നടന്ന കിരാതമായ പ്രവർത്തനമല്ല. നേരെ മറിച്ച് ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, സാംസ്കാരിക സംവിധാനങ്ങൾ, ടെക്നോളജികൾ പുരോഗമിച്ചെന്ന് പറയുന്ന ഈ നൂറ്റാണ്ടിൽ, ആ നൂറ്റാണ്ടിൽ എന്നെ പോലെ മജ്ജയുള്ള, മാംസമുള്ള, എന്നെ പോലെ ജീവനുള്ള, എന്നെ പോലെ വേദനിക്കുന്ന മനുഷ്യരെ അവരെ പച്ചക്ക് ക്രൂരമായി പിച്ചിച്ചീന്തുന്ന കിരാതമായ പ്രവർത്തനം, ഗർഭിണികളായ സ്ത്രീകളുടെ ഉദരത്തിൽ ചവിട്ടി ഉദരത്തിലുള്ളത് പുറത്തേക്ക് തള്ളുന്ന ക്രൂരമായ പ്രവർത്തനം, എന്നിട്ട് ആ പിഞ്ചോമനകളെ കുത്തിക്കീറുന്ന ക്രൂരമായ പ്രവർത്തനം, ലോക മനസ്സാക്ഷിക്ക് നോക്കി നിൽക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത ക്രൂരമായ പ്രവർത്തനം മുസ്ലിങ്ങളുടെ നേരെ, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ നേരെ നടക്കുമ്പോ ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? എന്തിനാണ് ആ പാവങ്ങളെ ആ രൂപത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നത്? ഇതിന് ഞാൻ മറുപടി പറയാൻ ഒരുങ്ങിയാൽ, മറുപടി വിശദീകരിക്കാൻ നിന്നാൽ സ്വാഭാവികമായും ഞാനൊരു മുസ്ലിമാണ്, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും മുസ്ലിമാണ്, ജീവിതത്തിന്റെ അവസാനം വരെ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. സ്വാഭാവികമായും അത് കേൾക്കുന്നവർ വിചാരിക്കുക അവർ അവരുടെ ഭാഗം വിശദീകരിക്കുകയാണ്, അവരവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ് എന്ന്. ഈ വിഷയം കേൾക്കുന്നവരിടയിൽ ആരെങ്കിലും ചിന്തിച്ചു പോകുന്നുവെങ്കിൽ അങ്ങനെ ഒരാളും ചിന്തിക്കാതിരിക്കാൻ ആമുഖമായി ഇതിന്റെ കണ്ടന്റ് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് മുന്നിൽ കൈമാറുകയാണ്. ഒരു കൊല്ലം, കൃത്യമായി പറഞ്ഞാൽ 2015 ഒക്ടോബർ മാസം 28-ാം തീയതി ടൈമിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. 2015 ഒക്ടോബർ 28-ന് ആ ടൈമിൽ, ടൈം മാഗസിനിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത്, ആ റിപ്പോർട്ട് പഠിച്ചത്, ആ റിപ്പോർട്ട് ഒരുക്കിയത്, ആ റിപ്പോർട്ടിന്റെ വിശദീകരണം ലോക സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് ലണ്ടനിലെ ക്വീൻ മേരി യൂണിവേഴ്സിറ്റിയിലെ ISCI എന്ന ഒരു പഠന സംവിധാനമാണ്. ഇന്റർനാഷണൽ സ്റ്റേറ്റ് ക്രൈം ഇനിഷ്യേറ്റീവ് എന്ന വലിയ ഒരു പഠന സംവിധാനം ക്വീൻ മേരി യൂണിവേഴ്സിറ്റി, ആ ക്വീൻ മേരി യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംവിധാനം, ആ സംവിധാനത്തിന്റെ റിസർച്ച്, ആ സംവിധാനത്തിന്റെ പഠനം, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ആ കിരാതമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ആ റിപ്പോർട്ടിന് ഒരു ടൈറ്റിൽ അവർ എഴുതി വെച്ചു. ആ ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് അന്നത്തെ ടൈം മാഗസിൻ അഥവാ
ഈ ഒക്ടോബർ 2015 ഒക്ടോബർ 28 ടൈം മാഗസിൻ ഇറങ്ങിയത്. അതിന്റെ തുടക്കത്തിൽ അവർ എഴുതിയത് ബർമാസ് മില്യൺ സ്ട്രോങ് റോഹിംഗ്യ പോപ്പുലേഷൻ ഫേസ് ഫൈനൽ സ്റ്റേജ് ഓഫ് ജനോസൈഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ടൈറ്റിൽ, ആ ടൈം മാസികയുടെ ടൈറ്റിൽ ഉള്ളത്. ആ റിപ്പോർട്ട് വിശദമായി കൊണ്ട് തന്നെ ദി റോഹിംഗ്യ ഫേസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ജനോസൈഡ്, വംശഹത്യയുടെ ഫൈനൽ സ്റ്റേജ് ആണ്, ജനോസൈഡിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് അങ്ങ് റോഹിംഗ്യയിൽ നടക്കുന്നത്. അതിന്റെ അവസാന ഘട്ടമാണ്, അഥവാ നക്കി തുടച്ചു നീക്കുന്ന അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് റോഹിംഗ്യയിൽ നടക്കുന്നത് എന്ന റിപ്പോർട്ട് വിശദമായി കൊടുത്തുകൊണ്ടാണ് അന്നത്തെ ടൈം മാഗസിൻ പുറത്തിറങ്ങിയത്. സഹോദരങ്ങളെ, കാലം പുരോഗമിച്ചു. പഴയതുപോലെ കള്ളക്കഥകൾ പറഞ്ഞധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. അവനവന്റെ മൊബൈൽ എടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കുക. നോക്കേണ്ടത് വേറൊന്നുമല്ല, ദി റോഹിംഗ്യ ഫേസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ജനോസൈഡ് എന്ന് ഗൂഗിൾ ചെയ്താൽ അന്നത്തെ ടൈം മാസികയുടെ റിപ്പോർട്ട് പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ പഠനം, അഥവാ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റി ലണ്ടൻ ആസ്ഥാനമായ ആ സ്ഥാപനത്തിന്റെ ISCI വിഭാഗം നടത്തിയ പഠന റിപ്പോർട്ട് കൃത്യമായി ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റിപ്പോർട്ട് എന്റെ സഹോദരങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്, വായിക്കാൻ ആവശ്യപ്പെടുന്നത് എന്താണ് ഇന്ന് മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്നത് എന്നതിന്റെ കൃത്യമായൊരു ചിത്രം കിട്ടാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അവർ കുടിയേറ്റക്കാരാണ്, അവർ തങ്ങളുടെ രാജ്യം ഇവിടെ നടപ്പാക്കണമെന്ന് വാദിക്കുന്നവരാണ്, അവർ ക്രിമിനലുകളാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്, പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി അവർക്കുള്ള മറുപടിയാണ്. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ അവരെ എല്ലാവരും സഹകരിക്കണം, അവരോട് സഹായിക്കണം എന്ന് പറയാനും വേണ്ടിയല്ല ഈ പരിപാടി. ഞാൻ വിചാരിച്ചാൽ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ അവർക്ക് വേണ്ടി വെള്ളമെത്തിക്കാമെന്ന് വിചാരിച്ചാൽ, അവർക്ക് അന്നമെത്തിക്കാമെന്ന് വിചാരിച്ചാൽ അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കില്ല, കഴിയില്ല. അതിന്റെ കാരണം, അതിന്റെ ന്യായാന്യായങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമെങ്കിൽ ഞാൻ പറയാം. ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പഠിച്ചു ഒരാളെ സംബന്ധിച്ച്, അശോക ചക്രവർത്തിയെ സംബന്ധിച്ച്. മൗര്യ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന അശോകൻ രൂക്ഷിതമായ വിപ്ലവം നടത്തി, നരനായാട്ട് നടത്തി, ഓരോ രാജ്യങ്ങളെയും പിടിച്ചടക്കിക്കൊണ്ട് മുന്നേറിയ അശോകന്റെ ചരിത്രം. ആ അശോകന്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം ഇന്നത്തെ ഒറീസയുടെ ഭാഗമായ കലിംഗ എന്ന പ്രദേശം പിടിച്ചടക്കിയിട്ട് വിജയശ്രീ ലാളിതനായിക്കൊണ്ട് ആ കലിംഗയിൽ അവിടെ കുമിഞ്ഞുകൂടിയ കബന്ധങ്ങൾക്കിടയിലൂടെ, ചത്തുകിടക്കുന്ന മനുഷ്യർക്കിടയിലൂടെ, ഗളച്ഛേദം ചെയ്യപ്പെട്ട മനുഷ്യർക്കിടയിലൂടെ യുദ്ധത്തിന്റെ അവസാനം നടന്നു നീങ്ങിയ രംഗം എന്റെ ചെറുപ്പത്തിൽ എന്റെ അധ്യാപകൻ പറഞ്ഞു തന്നത് ഇന്നും എന്റെ മനസ്സിൽ നിൽക്കുന്നത് പോലെ ഞാനന്ന് എന്റെ മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്തത്, ഭാവനയിൽ ഓർത്തത് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മനുഷ്യ കബന്ധങ്ങൾ കുന്നുകൂടിയ ആ കലിംഗയിൽ അന്ന് അശോക ചക്രവർത്തി മനുഷ്യരുടെ രക്തം ചവിട്ടി അതിനിടയിലൂടെ നടന്നു നീങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയം ഒന്ന് വിറച്ചു, അദ്ദേഹത്തിന്റെ ഹൃദയം ഒന്ന് പിടച്ചു. കാരണം ഓരോ നാട്ടുരാജ്യങ്ങളും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി, തന്റെ കൈക്കീഴിലാക്കി ഞാനിങ്ങനെ മുന്നേറുമ്പോ എത്ര മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്, എത്ര മനുഷ്യർക്കാണ് അംഗവൈകല്യം ഉണ്ടാകുന്നത്, എത്ര മനുഷ്യരാണ് അങ്ങേറ്റം പീഡിപ്പിക്കപ്പെടുന്നത്. ഇനി ഒരിക്കലും അശോകൻ യുദ്ധം ചെയ്യില്ല, ഈ ചക്രവർത്തിക്ക് ഇനി അങ്ങനെ മനുഷ്യരെ കൊന്നിട്ട് ഒരു രാജാവായി വാഴണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു ബുദ്ധമതക്കാരനായി എന്ന ചരിത്രം വായിച്ചപ്പോ എനിക്ക് ആ മതത്തോട് വല്ലാത്ത ബഹുമാനം തോന്നി. കാരണം അശോകൻ എന്ന അശോക ചക്രവർത്തി അദ്ദേഹം ഒരുപാട് മുന്നേറ്റം നടത്തി, ഒരു വലിയ സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം എന്ന പേരിൽ കെട്ടിപ്പടുത്തു. അദ്ദേഹത്തിന് ഒരുപാട് പുരോഗതി പ്രാപിക്കുവാനും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞ അവസ്ഥയിൽ അദ്ദേഹത്തെ പരിവർത്തിപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ മനസ്സിനെ ലോലമാക്കാൻ, മനുഷ്യ സ്നേഹമുള്ളതാക്കാൻ പര്യാപ്തമായ മതമാണ് ബുദ്ധമതം എന്ന് അന്നത്തെ ആ ചെറിയ പ്രായത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു.
പിന്നീട് വളർന്നു വലുതായി ബുദ്ധമതത്തെക്കുറിച്ചോ അതിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചോ അധികം പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല. എന്നാൽ അന്ന് മനസ്സിൽ സൂക്ഷിച്ച ആ വിചാരം തെറ്റാണ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അത് മനസ്സിലാക്കി തന്നത് മ്യാൻമറിലെ ബുദ്ധന്മാരാണ്. ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് ഈ ലോകത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു വലിയ മതം എന്ന് പറയപ്പെടുന്ന, ഒരുപാട് ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു മതത്തിന്റെ വാഗ്ദാക്കൾ. ആ മതത്തിന്റെ പേരിൽ നരനായാട്ട് നടത്തുമ്പോ, ആ മതത്തിന്റെ പേരിൽ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ പ്രവർത്തനം നടത്തുമ്പോ, സ്വാഭാവികമായും ഒരു മനുഷ്യരെന്ന നിലക്ക് അത് സംബന്ധമായി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തണം. നിങ്ങൾ ബുദ്ധ സന്യാസിമാർ എന്ന് അഭിമാനിക്കുന്ന, മ്യാൻമറിൽ ഏറ്റവും അധികമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള ചിന്ത, അവരുടെ നിലപാട് അവിടെ നിൽക്കട്ടെ. ഈ ബുദ്ധ സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് സൈന്യത്തിന്റെ ഒത്താശയോടെ അങ്ങകലെ ആ നാട്ടിൽ ഈ കൊടും ക്രൂരതകൾ നടക്കുന്നത് എങ്കിൽ ലോകത്തിന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. ഞാൻ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് വിഷയം കൊടുത്തു. അതിന്റെ നോട്ടീസ് ഇറങ്ങിയപ്പോ എനിക്ക് പ്രിയപ്പെട്ട ചില ആളുകൾ അവർ പോലും ചോദിച്ചു, എന്താ നമ്മൾ പറയുക? കാരണം അവർ കുടിയേറുന്ന ആളുകളാണ്. അവർ ആ നാട്ടുകാരല്ല, വേറെ ഒരു നാട്ടിൽ നിന്ന് കുടിയേറി കയറുകയാണ്, ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വാഭാവികമായും അവർ അക്രമികളല്ലേ? ഒരു നാട്ടിലേക്ക് വെറുതെ കുടിയേറാൻ പാടുണ്ടോ എന്നാണ് സാമാന്യമായ ആളുകളുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ചിന്ത. അതുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടണ്ട എന്നാണ്. എന്ന് മാത്രമല്ല, ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്ന ചിലർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പഠിക്കുവാൻ വേണ്ടി അന്വേഷണ കമ്മീഷൻ വെക്കുകയും അവസാനം റിപ്പോർട്ടായി വരികയും ചെയ്യുന്നത് അവിടെ നിയമലംഘനമായി ഒന്നും നടക്കുന്നില്ല, ആ രാജ്യത്തിന്റെ നിയമം മാത്രമാണ് നടക്കുന്നത്. കാരണം അവിടെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുകയാണ് എന്നാണ്. കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മാനുഷികമായ പരിഗണനയൊന്നും കൊടുക്കണ്ടല്ലോ. മാത്രമല്ല, കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നാണല്ലോ ലോക നിയമം. ആണോ? അതിനാദ്യം മറുപടി കണ്ടെത്തണം. ഈ പ്രദേശത്തു കൂടി ആളുകൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ചിത്രം മനസ്സിൽ രൂപീകരിക്കുമ്പോ ഇതിന്റെ ഉത്തരം മനസ്സിലാക്കണം. കുടിയേറ്റം എന്നുള്ളത് അത് കുറ്റമാണോ, ക്രൂരതയാണോ? ആ കുടിയേറ്റക്കാരോട് കിരാതമായി ഇടപെടേണ്ടതുണ്ടോ എങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഏതാനും വർഷങ്ങൾ, നന്നായി പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, ഒരു 65 കൊല്ലം, 100 കൊല്ലത്തിന്റെ പൂർണ്ണതയില്ല, 200 കൊല്ലമില്ല, 250 കൊല്ലമില്ല, നേരെ മറിച്ച് 65 കൊല്ലത്തിന്റെ കുടിയേറ്റത്തിന്റെ ചരിത്രം ലോകത്തിനറിയാമല്ലോ. ഇന്നും ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയാണല്ലോ. ട്രംപ് ആ വിഷയം വിവാദമാക്കുകയാണല്ലോ. ഒബാമ അതിലിടപെടുകയാണല്ലോ. ഇന്നും ലോകമത് ചർച്ച ചെയ്യുകയാണല്ലോ. എന്താണ് സംഭവിച്ചത്? കേവലം 10-60 അല്ലെങ്കിൽ 65 കൊല്ലങ്ങൾക്ക് മുമ്പ് 1897 ചിന്തിക്കുകയും അങ്ങനെ 1897 നടപ്പാക്കുവാൻ ആഗ്രഹിക്കുകയും അങ്ങനെ അതിനുവേണ്ടി വലിയ പഠന പ്രബന്ധങ്ങൾ സമർപ്പിക്കുകയും 1897 അഥവാ ആ ചിന്തയുണ്ടായി കൃത്യം 1 കൊല്ലം കഴിഞ്ഞപ്പോ അങ്ങകലെ അതേ സ്വിറ്റ്സർലൻഡിലെ ബേസലിൽ സിയോണിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന സംവിധാനം രൂപീകരിക്കുകയും മാത്രമല്ല അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രം വേണം, രാജ്യം വേണം, ഞങ്ങളുടേതായ രാജ്യം വേണമെന്ന മതരാഷ്ട്രവാദം അവതരിപ്പിക്കുകയും. ഇതൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കണം. മതരാഷ്ട്രവാദം, ഞങ്ങൾക്ക് ഒരു രാജ്യം വേണം, ഞങ്ങളുടേതായ രാജ്യം. ജനാധിപത്യ രാജ്യമാണോ അത്? അല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ മതനിയമപ്രകാരം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിക്കുന്ന, ഞങ്ങളാൽ നിർവഹിക്കപ്പെടുന്ന ഒരു രാജ്യമുണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി അതേ വർഷം തന്നെ ഫണ്ട് തയ്യാറാക്കുകയും ബൗണ്ടറി നിശ്ചയിക്കുകയും അഥവാ നൈലും ടൈഗ്രീസും യൂഫ്രട്ടീസും അടങ്ങുന്ന ഇന്ന് വിശാലമായ സൗദി അറേബ്യയിലേക്ക് കടന്നു വരുന്ന ആ ബൗണ്ടറി നിശ്ചയിച്ച് തങ്ങളുടേതായ രാജ്യം, തങ്ങളുടേതായ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ടല്ലോ. ആ വിഭാഗം പ്രവർത്തനം നിർത്തിയില്ലല്ലോ. ആ 1800കളിൽ കടന്നു വന്ന് ആ ചിന്ത തുടങ്ങി. അതിന്റെ അവസാനത്തിൽ ആ ചിന്ത തുടങ്ങി. 1917 ആകുമ്പോ അവർ അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോ ഏതെങ്കിലും ഒരു രാജ്യം, ഇന്ന് ലോക സമൂഹത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞോ? നിങ്ങളുടെ ചിന്ത ശരിയല്ല എന്ന് പറഞ്ഞോ? ഒരു രാജ്യത്തിലും നിങ്ങൾ കുടിയേറാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഒരിക്കലുമില്ല. അന്ന് ലോകരാജ്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കണം, 1917
ലോകരാജ്യങ്ങൾ ചെയ്തത് ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ചിഹ്നിച്ചെതറി കിടക്കുന്ന ജൂതന്മാർക്ക് വേണ്ടി അവർക്കൊരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോ, അതിന്റെ പേര് ഇസ്രായേൽ എന്നാകണമെന്ന് പറഞ്ഞപ്പോ, ആ ഇസ്രായേൽ അതിനു വേണ്ടിയിട്ട് ആ രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായഹസ്തവുമായി കടന്നു വന്നത് ബ്രിട്ടനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ ചരിത്രം നീട്ടി പറയുന്നില്ല. ഞാനിപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നത്, കുടിയേറ്റം അതാണ് ആ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ചെയ്ത വലിയ അപരാധമെന്ന് ലോകത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുമ്പോ, അവരെ കൊന്നു തീർക്കുക തന്നെയാണ് വേണ്ടത് എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ഒരു തെറ്റും ആ മ്യാൻമറിൽ നടക്കുന്നില്ല, അവിടെ നിയമമാണ് നടപ്പാക്കുന്നത് എന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോ ചോദിക്കട്ടെ, നിയമം മ്യാൻമറിൽ മാത്രമേ ഉള്ളൂ? അങ്ങകലെ ഫലസ്തീനിൽ നിയമമില്ലേ? അവിടെ കുടിയേറ്റമില്ലേ? ബ്രിട്ടന്റെ സഹായം, ആ ബ്രിട്ടന്റെ സഹായം 1917 അവർക്ക് കൊടുക്കുകയാണ് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബൽഫോർ പ്രഖ്യാപനത്തിലൂടെ ആ തങ്ങളുടേതായ അജണ്ടകൾ നടപ്പാക്കുവാൻ വേണ്ടി ബ്രിട്ടന്റെ ഇടപെടലിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധം അരങ്ങു തകർക്കുന്ന ആ കാലഘട്ടത്തിൽ ജർമ്മനി സഖ്യം പരാജയപ്പെട്ടപ്പോ തുർക്കിയുടെ അധീനതയിലായിരുന്ന ഫലസ്തീൻ ബ്രിട്ടൻ കൈയടക്കി വെക്കുകയും യുദ്ധാനന്തരം ലീഗ് ഓഫ് നാഷൻസ് നിലവിൽ വരികയും ഒട്ടോമൻ സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും 1920 ബ്രിട്ടീഷുകാർക്ക് ഫലസ്തീന്റെ അധികാരം ലഭിക്കുകയും അങ്ങനെ ആ രാജ്യത്ത് ഫലസ്തീനിൽ അധികാരം കിട്ടിയപ്പോ അവിടെ റീജൻസി പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷം ആദ്യമായി അവർ ചെയ്തത് എന്താ? വിശാലമായ നാട്, ഷാം എന്ന് പരിചയപ്പെടുത്തപ്പെട്ട പ്രവിശാലമായ നാട്. 2ാം ക്ലാസ്സിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഖുർആൻ പഠിക്കാൻ ചെല്ലുമ്പോ ഉസ്താദ് ഓതി തരുന്ന ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് എന്നവൻ ഓതി പഠിക്കുമ്പോ, ആ റിഹ്ലത്ത് യാത്ര ശിതായിലും സ്വൈഫിലും ശൈത്യത്തിലും ഉറ്റത്തിലുമുള്ള അവരുടെ യാത്ര എന്ന് പറയുമ്പോ, ആ ഒരു യാത്ര, ആ ഒരു റിഹ്ല ഷാമിലേക്കാണ് എങ്കിൽ, ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ആ ഷാം എന്ന് പറയുന്ന വലിയ പ്രവിശ്യം 4 തുണ്ടമാക്കി. ബ്രിട്ടൻ അവന് തറവാടായി കിട്ടിയതുപോലെ, സ്ത്രീധനമായി കിട്ടിയതുപോലെ 4 തുണ്ടമായി വിഭജിച്ച് സിറിയയായി, ലബനാനായി, ജോർദാനായി, ഫലസ്തീനായി 4 തുണ്ടമായി ഷാം എന്ന് പറയുന്ന പ്രവിശ്യയെ അതിനെ വിഭജിച്ച് അതേ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും പിന്നീട് അതേ വേളയിൽ തന്നെ ലോകത്ത് സാമ്പത്തിക അടിമത്തം, സാംസ്കാരികമായ അടിമത്തം സൃഷ്ടിച്ചുകൊണ്ട് ഫ്രീമേസൺ പ്രസ്ഥാനങ്ങളിലൂടെ ജൂതന്മാർ കടന്നു വരികയും അവസാനം ഈ നാട്ടിലേക്ക് അഥവാ ഈ ഫലസ്തീൻ എന്ന 4 ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലേക്ക് കടന്നു വരാൻ ലോകത്തുള്ള സർവ്വ ജൂതന്മാർക്കും അനുവാദം കൊടുക്കുകയും ചെയ്തു. ആര്? ബ്രിട്ടൻ. അങ്ങനെ ബ്രിട്ടന്റെ പൊതു അനുമതിയോടെ കുടിയേറ്റമുണ്ടായി. അടിവരയിടണം, കുടിയേറ്റമുണ്ടായി. എങ്ങോട്ട്? ഫലസ്തീനിലേക്ക്. ബ്രിട്ടൻ പറഞ്ഞു, വന്നോളൂ, നിങ്ങൾ താമസിച്ചോളൂ. എങ്ങനെയാ കുടിയേറ്റമുണ്ടായത്? ഇന്ന് മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ കുടിയേറിയ കണക്കുകൾ അവതരിപ്പിക്കുന്നവരോട് ചോദിക്കുന്നു, എന്തേ ഫലസ്തീൻ കുടിയേറ്റ കഥകൾ പറയാത്തത്? ഇപ്പോ നമുക്കറിയാം, പുതിയ ചർച്ചയുണ്ടല്ലോ, ഇന്ന് ലോകം ചർച്ച ചെയ്യാണല്ലോ, ആ കുടിയേറ്റം നിയമപരമാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുമ്പോ ഒരാൾ, അല്ലെങ്കിൽ വിരമിക്കാൻ പോകുന്ന ഒരാൾ, അയാൾ പറയുന്നു അത് നിയമപരമായി വന്നാൽ പറ്റൂല. അല്ല, പറ്റും, അത് പറ്റും, അത് ഞാൻ ശരിയാക്കാമെന്ന് വരാനിരിക്കുന്ന ആള് പറയുന്ന രൂപത്തിൽ പരസ്പരം കലഹിക്കുന്ന ലോകരാജ്യങ്ങളോട് എന്തേ കുടിയേറ്റം ക്രിമിനലിസമായി കാണാത്തത്? കുടിയേറ്റം എന്തേ കുറ്റമായി കാണാത്തത്? റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാത്രം കുടിയേറ്റം അപരാധമാവുകയും അത് ക്രിമിനലിസമാവുകയും ചെയ്യുമ്പോ എന്തേ ജൂതൻ കുടിയേറിയത്? അവൻ ആ ഫലസ്തീനിന്റെ ബലഭൂഷ്ടമായ മണ്ണ് പിടിച്ചടക്കിയത് അത് തെറ്റായി കാണാതിരിക്കുകയും ചെയ്യുന്നത് കണക്ക് കൃത്യമല്ലേ? 1845 ഫലസ്തീനിൽ ആകെയുണ്ടായിരുന്ന ജൂതന്മാർ 12,000 ആളുകളായിരുന്നു. അത് 1881 ആകുമ്പോ കാണാൻ കഴിയുന്നത് 25,000 ഉയരുന്നതായിട്ടാണ്. മാത്രമല്ല 1914 ആകുമ്പോ 80,000 ഉയർന്നു. 1936 ആകുമ്പോ 4,50,000 ഉയർന്നത്. 80,000 നിന്ന് ഒറ്റടിക്ക് 4,50,000 ഉയർന്നുവെങ്കിൽ ലോകത്തിന്റെ മുക്കുമൂലകളിൽ എവിടെയൊക്കെ ജൂതൻ ഉണ്ടായിരുന്നു? എത്രത്തോളം നമ്മുടെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്നു കുറച്ച് ജൂതന്മാർ. അവരടക്കം നേരെ ഇസ്രായേലിലേക്ക് വണ്ടി കയറിയില്ലേ? ആ രാജ്യത്തേക്ക് അന്ന് ഇസ്രായേലില്ല. ചെല്ലുമ്പോൾ അവർ ആ രാജ്യത്തേക്ക് കടന്നു കയറുമ്പോൾ ഇസ്രായേലില്ല. ഫലസ്തീനിലേക്ക് പരിശുദ്ധമായ മുഖദ്ദസ എന്ന് ഖുർആൻ പറഞ്ഞ പവിത്രമായ ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ആ നാട്ടിലേക്ക് കടന്നു കയറിയിട്ട് അവിടുത്തെ ഭൂമി റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഭൂമി പിടിച്ചടക്കിയെന്നാണ്, ഒരു ജില്ല പിടിച്ചടക്കിയെന്നാണ്, അത് രാജ്യമാക്കണമെന്ന് പറയുന്നുവെന്നാണ്. ശരിയാണെങ്കിൽ കേട്ടോളൂ, ഈ ജൂതന്മാർ
അവർ കടന്നു ചെന്നു. തുടക്കത്തിൽ 55,000 ഏക്കർ ഭൂമി അത് അറബികൾക്ക് നഷ്ടപ്പെട്ടു. 31 ആയപ്പോ 29% ഭൂമി നഷ്ടപ്പെട്ടു. 36 ആയപ്പോ 9 ലക്ഷം ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, പെട്ടെന്നായിരുന്നു കേറി വന്നത്. അവസാനം കുടിയേറ്റത്തിനെതിരെ അറബികൾ പ്രശ്നമുണ്ടാക്കിയെങ്കിലും അവരെ അടിച്ചമർത്തി, അവരെ ഇല്ലാതാക്കി. 1939 മുതൽ 1945 വരെ സുദീർഘമായി നീണ്ടുനിന്ന ആ രണ്ടാം ലോക മഹായുദ്ധം വളരെ അനുകൂലമായ, തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാക്കി മനസ്സിലാക്കി 1942 ഫലസ്തീൻ പൂർണ്ണമായും, അഥവാ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാൻ 3 കൊല്ലം മാത്രം ബാക്കി നിൽക്കുമ്പോ ഫലസ്തീൻ പൂർണ്ണമായും ഇസ്രായേൽ എന്ന പേരിൽ ഒരു ജൂതരാഷ്ട്രമാക്കണമെന്ന് സിയോണിസ്റ്റ് പ്രസ്ഥാനം പരസ്യമായി ആഹ്വാനം ചെയ്തപ്പോ അന്നത് ക്രിമിനലിസം ആയിരുന്നില്ല, അന്നത് കുറ്റമായിരുന്നില്ല. ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പേരിൽ പറയുന്നു എന്ത്, അത് ഞങ്ങളുടെ രാഷ്ട്രമാക്കണമെന്ന് അവർ പറയുന്നു എന്ന്. അവരത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിച്ചു തരാം. എന്നാൽ അങ്ങനെ അവർ പറഞ്ഞു എന്ന് സങ്കല്പിക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രാജ്യം വേണമെന്ന് അവർ പറഞ്ഞു എന്ന് സങ്കല്പിക്കൂ. അവർ കുടിയേറി വന്നതാണ് എന്ന് സങ്കല്പിക്കൂ. എങ്കിൽ നീതി അത് തുല്യമാകണ്ടേ? ഇരട്ട നീതി പറ്റുമോ? ഫലസ്തീനിൽ ജൂതന്മാർക്കൊരു നീതി, അതേസമയം റോഹിംഗ്യൻ മുസ്ലിമുകൾക്ക് വേറെ നീതി, അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ പാടില്ലല്ലോ. എന്നാൽ അത് ക്രിമിനലിസമാണെന്ന് വെക്കുക. റോഹിംഗ്യൻ മുസ്ലിമുകൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനലിസമാണ് എങ്കിൽ, അത് കുറ്റമാണ് എങ്കിൽ ആ കുറ്റം എന്ത് അവർക്ക് മാത്രമായി? നേരെ മറിച്ച് 1942 ഫലസ്തീൻ മുഴുവനും ജനാധിപത്യ രാഷ്ട്രമാക്കണമെന്നല്ല പറഞ്ഞത്, ജൂതരാഷ്ട്രമാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടപ്പോ ഒരാളും പറഞ്ഞില്ല എന്ത്, ഇത് പറ്റൂല, ഇത് കുറ്റമാണ്, ഇവരെ കീറണം, ഇവരെ പൊരിക്കണം, ഇവരെ ചുടണം എന്നാരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് എന്താ സംഭവിച്ചത്? 1945 നിലവിൽ വന്ന UN ഐക്യരാഷ്ട്രസഭ അറബികൾക്കും ജൂതന്മാർക്കും പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പ്രശ്നം പരിഹരിക്കണ്ടേ? ഐക്യരാഷ്ട്രസഭ ഇടപെടണ്ടേ? അവിടെ പ്രശ്നമുണ്ടാകരുതല്ലോ. അതുകൊണ്ട് തന്നെ മാന്യതയുടെ വേഷം ധരിച്ച് അന്ന് UN ഇടപെട്ടു. എന്നിട്ട് അറബികൾക്ക് വേറെ ഭാഗം, ജൂതന്മാർക്ക് വേറെ ഭാഗം, അങ്ങനെ അവർ ഇടപെട്ടു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി. എന്നിട്ടോ ആദ്യം ഷാമിനെ 4 ഘട്ടമാക്കി മുറിച്ചു. ഈ അംഗീകാരം കിട്ടിയതിനു ശേഷം ഫലസ്തീൻ എന്ന ആ ചെറിയ ഭൂപ്രദേശത്തെ 3 ഘട്ടമായി വെട്ടിമുറിച്ചു. എന്നിട്ട് ഫലഭൂഷ്ടമായ മണ്ണ് അത് പറഞ്ഞു, അത് ജൂതനെടുത്തോളൂ. പൊന്നു വിളയുന്ന മണ്ണ് ജൂതനെടുത്തോളൂ. പിന്നെ അതിന്റെ ഒരു മധ്യഭാഗമുണ്ട്, അതാണ് ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന പരിശുദ്ധമായ ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന ആ പ്രദേശം, അത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ആയിക്കോട്ടെ. അതിനപ്പുറത്ത് കുറച്ച് മരുഭൂമിയുണ്ട്, അത് നമ്മുടെ അവിടെയുള്ള അറബികളും എടുത്തോട്ടെ. ഈ രൂപത്തിൽ ആ നാടിനെ വെട്ടിമുറിച്ച് പരിഹാരം കണ്ടു. ജൂതൻ ആവശ്യപ്പെട്ടപ്പോ, ഞങ്ങൾക്ക് രാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോ ഇത് പറ്റില്ല, ഇവരെ കത്തിക്കണമെന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയാണ്. അന്യായമായ ഈ നിലപാടിനെ ജൂതന്മാർ സ്വീകരിച്ചു, അറബികൾ തള്ളി. പക്ഷേ തള്ളിയിട്ട് കാര്യമുണ്ടായോ? ഇല്ലല്ലോ. നേരെ മറിച്ച് 1948 മെയ് 14 വെള്ളിയാഴ്ച ടെല്ലവീവ് സമയം വൈകുന്നേരം 4:06 ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട നെറികേടിന് സാക്ഷ്യം വഹിച്ചു. അന്നാണ് ഇസ്രായേൽ എന്നൊരു രാജ്യം അവിടെ പിറന്നു വീണത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ രൂപീകരിച്ച ചതിയുടെ രാഷ്ട്രത്തിന് 68 വയസ്സായി. അല്ല, ആ രാഷ്ട്രത്തിന് ഏകദേശം 68 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ ഈ കാലയളവിലാണ് അങ്ങകലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അവർ കുടിയേറ്റക്കാരാണ്, അവർ ക്രിമിനലുകളാണ്, അവരെ ചുടണം, അവരെ കത്തിക്കണം, കത്തിച്ചാൽ ആരും ചോദിക്കണ്ട, നിയമം നടപ്പാക്കുകയാണ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെയാണ് നീതി എങ്ങനെയാണ് ഇരട്ട രൂപം പ്രാപിക്കുന്നത്, നീതി എങ്ങനെയാണ് 2 രൂപത്തിലാകുന്നത്. ഇത് സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ അത് ശരിയാണ് എന്ന് സമ്മതിച്ചു തന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം കാണണ്ടേ? ഈ പ്രഭാഷണത്തിന് എന്നെ പ്രചോദിപ്പിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടം തോന്നിയത്. അത് കണ്ട അതിന്റെ പിറ്റേന്ന് ഞാനൊരു ജുമാ ഖുത്ബ ഇത് സംബന്ധമായി പറഞ്ഞു. മാത്രമല്ല, റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ അന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. രാത്രിയാണ്, ഏതാണ്ട് ഒരു 12-12:30 സമയമായി. അത് കണ്ടിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. ഞാൻ നേരെ ബെഡിൽ വന്നു കിടന്നുറങ്ങുന്ന എന്റെ മകളെ നോക്കി.
അവളുടെ കൈ ഒന്ന് പിടിച്ചു നോക്കി. എന്നിട്ട് ഞാൻ സങ്കല്പിച്ചു, എന്റെ ഈ മകളുടെ കൈ, ഈ പിഞ്ചോമനയുടെ കൈ, ആ കൈ ഇങ്ങനെ കൊത്തിമുറിക്കപ്പെട്ട ആ കയ്യിൽ ഒന്ന് എനിക്ക് കിട്ടിയാൽ, എന്റെ മകളുടെ വിച്ഛേദിക്കപ്പെട്ട ഒരു വിരൽ എന്റെ കയ്യിൽ കിട്ടിയാൽ, എന്റെ മകളുടെ മുറിച്ചു മാറ്റിയ കൈപ്പടം എന്റെ കയ്യിൽ കിട്ടിയാൽ, ഒരു പിതാവെന്ന നിലക്ക് എന്റെ മാനസികാവസ്ഥ എന്താകും എന്ന് ഞാനൊന്ന് ആലോചിച്ചു നോക്കി. മാത്രമല്ല, അവിടെ തൊട്ടടുത്തുള്ള ഭാര്യ, അവളെയാണ് ഈ രൂപത്തിൽ ക്രൂരമായി ഒരു മരത്തിൽ കൊണ്ടുപോയി ടാണിയടിച്ച് ആ മരത്തിൽ തറച്ചു വെക്കുന്നതെങ്കിൽ, ഒരു ഭർത്താവെന്ന നിലക്ക് എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കി. അന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പിറ്റേന്ന് വെള്ളിയാഴ്ച ഞാൻ അത് ഖുത്ബയിൽ അവതരിപ്പിച്ചു. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായ, കിരാതമായ, ലോകത്ത് തുല്യതയില്ലാത്ത ഈ വൃത്തികേടിനെ ന്യായീകരിക്കാൻ ആളുകളുണ്ടായി. ഞാൻ നോക്കുമ്പോ എനിക്ക് കണ്ട ഏതോ ഒരു യുക്തിവാദി പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ടൈറ്റിൽ ഇസ്രയേലും റോഹിംഗ്യകളും എന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങകലെ മ്യാൻമറിലുള്ള ആ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ഇസ്രയേലുമായി ഉപമിക്കുന്ന 10 പോയിന്റുകൾ കൊണ്ട് ഉപമിക്കുന്ന, താരതമ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ് എന്നാണ്. എന്താണ് രണ്ടും ഒരേ തൂവൽ പക്ഷികളാകുന്നത്? ഒന്ന് ഇസ്രയേൽ, പിന്നൊന്ന് അതേ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ. രണ്ടുപേരും ഒരുപോലെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ജൂതന്മാരെ സംബന്ധിച്ച്, യഹൂദികളെ സംബന്ധിച്ച്, ഇസ്രയേലിനെ സംബന്ധിച്ച് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യർക്കും അവരുടെ മനസ്സിൽ അടങ്ങാത്ത അമർഷമുണ്ട്. ആരാണെങ്കിലും ഉണ്ട്. നമുക്കറിയാം, അത് ലോകത്ത് അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിന്റെ ഫലമായി ലോക സമൂഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടതാണ്. ആ ജൂതന്മാരെയും റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെയും ഒരേ തൂവൽ പക്ഷികളായി അവതരിപ്പിക്കുകയാണ്. ഞാൻ അതിനകത്ത് ഓരോ പോയിന്റുകളും വായിച്ചു നോക്കി. ഇവർ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുകയാണ്. ഒന്ന്, സയനിസ്റ്റുകൾ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി ഫലസ്തീനിൽ കുടിയേറിയവരാണ്. അത് ശരിയാവാം. എന്നാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്, റോഹിംഗ്യകളും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമായി മ്യാൻമറിൽ കുടിയേറിയവരാണ്. പോയിന്റ് 1. രണ്ടുപേരും 19-ാം നൂറ്റാണ്ടിൽ ഒരു സംഘം ആ ഫലസ്തീനിലും മറ്റേ സംഘം മ്യാൻമറിലും കുടിയേറിയവരാണ്. പോയിന്റ് 2, ബ്രിട്ടീഷുകാർ കാരണമാണ് ജൂതർ യൂറോപ്പിൽ നിന്ന് ഫലസ്തീനിലേക്ക് കുടിയേറിയത്. കാരണം ഈ ജൂതന്മാരെ തന്റെ നാട്ടിൽ നിന്ന് ഒഴിവാക്കൽ ഇവന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അത് അവന്റെ തലക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചത് പഴുതൊരു പണിയാണ്, നല്ല പണിയാണ്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ കാരണമാണ് ജൂതർ യൂറോപ്പിൽ നിന്നും ഫലസ്തീനിൽ കുടിയേറിയത്. ഇനി താരതമ്യം ചെയ്യാൻ, ബ്രിട്ടീഷുകാർ തന്നെ കാരണമായിട്ടാണ് റോഹിംഗ്യകൾ അവരുടെ ജന്മദേശമായ ബംഗാളിൽ നിന്നും മ്യാൻമറിലേക്ക് കുടിയേറിയത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ വിഷയത്തിലും പോയിന്റ് 2-ലും ജൂതന്മാരും ഈ മ്യാൻമറിലെ മുസ്ലിമീങ്ങളും താരതമ്യപ്പെടുകയാണ്. പോയിന്റ് നമ്പർ 3, എന്താ? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫലസ്തീനിലെ ജൂത ജനസംഖ്യ 5% മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് മൊത്തം ഇസ്രയേൽ 53% വരും. അഥവാ ഇൻക്ലൂഡ് വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കും ഗാസയും അടക്കം 53% ജൂതന്മാർ അവിടെയുണ്ട്. ഇനി താരതമ്യം ചെയ്യാൻ, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മ്യാൻമറിലെ റാഖൈൻ പ്രവിശ്യയിൽ ഇവിടെയാണ് റോഹിംഗ്യകൾ വസിക്കുന്നത്. റോഹിംഗ്യകൾ ജനസംഖ്യ 5% മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആ പ്രവിശ്യയിൽ റോഹിംഗ്യകളുടെ അനുപാതം 40%. അപ്പോ ആ വിഷയത്തിലും ജൂതനുമായ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ താരതമ്യപ്പെടുകയാണ്. പോയിന്റ് നമ്പർ 4, സയനിസ്റ്റുകൾ തദ്ദേശീയരെ ഫലസ്തീനിൽ നിന്നും ബലം പ്രയോഗിച്ച് പുറത്താക്കി 1948 സ്വന്തം രാജ്യം സ്ഥാപിച്ചു. എന്നിട്ട് ഇയാൾ താരതമ്യം ചെയ്യാൻ, റോഹിംഗ്യകളും റാഖൈനും പ്രവിശ്യയിൽ ബുദ്ധരെ പുറത്താക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു. കണ്ടോ, അവിടുന്ന് ബുദ്ധരെ പുറത്താക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മനസ്സിൽ ഓർത്തു വെക്കണം. പോയിന്റ് നമ്പർ 5, ജൂതനും റോഹിംഗ്യൻ മുസ്ലിമീങ്ങളും ഒരുപോലെ ആകുന്നത് എന്തുകൊണ്ടാ? സയനിസ്റ്റുകൾ ഫലസ്തീനിൽ ജനിച്ചവരല്ല, അതവരുടെ ജന്മനാടേ അല്ല. യൂറോപ്പിൽ നിന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവിടേക്ക് കുടിയേറിയവരാണ്. എന്നിട്ട് താരതമ്യം ചെയ്യാണ്, റോഹിംഗ്യകളും ആ നാട്ടുകാരല്ല, ബർമക്കാരല്ല, ബംഗാളിൽ നിന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവിടേക്ക് കുടിയേറിയവരാണ്. പോയിന്റ് നമ്പർ 6, അധിനിവേശക്കാരിൽ നിന്നും മാതൃരാജ്യം സംരക്ഷിക്കാൻ ഫലസ്തീനികൾക്ക് ന്യായമായ അവകാശമുണ്ട്. ഐക്യരാഷ്ട്രസഭ പോലും അത് അംഗീകരിച്ചതാണ്. റാഖൈനിലെ ബുദ്ധന്മാർക്കും അവരുടെ നാട് അധിനിവേശക്കാരിൽ നിന്നും സംരക്ഷിക്കൽ ന്യായമായ അവകാശമുണ്ട്. അഥവാ ഫലസ്തീനികൾക്ക് ജൂതന്മാരെ ഒഴിവാക്കാൻ ന്യായമായ അവകാശമുള്ളതുപോലെ ബുദ്ധന്മാർക്ക് അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ഒഴിവാക്കുവാൻ ന്യായമായ അവകാശമുണ്ട് എന്ന്. ഇങ്ങനെ ഏകദേശം 10ഓളം പോയിന്റുകളിട്ട് അതിന് വിക്കിപീഡിയ അടിക്കുറിപ്പ് കൊടുത്ത്, തെളിവ് വിക്കിപീഡിയയിൽ പോയി നോക്കിയാൽ മതി എന്ന് അടിക്കുറിപ്പ് കൊടുത്തിട്ട് 10ഓളം വരുന്ന പോയിന്റ് കൊടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ അവസാനം എഴുതി വെച്ച വാചകം,
അതിന്റെ അവസാനം എഴുതി വെച്ച വാചകം എന്താണെന്നറിയോ? പിന്നെ ഒരു കാര്യം, ഇസ്രയേലിനെ കൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പുരോഗതിയെങ്കിലും ലോകക്കാർക്ക് ഉപകാരമുണ്ട്, അവർ ബുദ്ധിയുള്ളവരാണ് എന്ന് വെച്ചാൽ ജൂതനെ കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് ഉപകാരമുണ്ട്, മുസ്ലിങ്ങളെ കൊണ്ട് അങ്ങനെയും പ്രയോജനമില്ല, കുറെ ചാവേർ സ്ഫോടനമല്ലാതെ ഒന്നിനെയും നയാ പൈസക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ അവരെ ചുടുകട്ടയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അടുപ്പൊരുക്കി അല്ലെങ്കിൽ ഷവായ് ചിക്കൻ കറക്കുന്നത് പോലെ റോഹിംഗ്യൻ മുസ്ലിമിന്റെ തൊലി ഉരിഞ്ഞു മാറ്റി അവന്റെ ഗുദത്തിലൂടെ കമ്പി കുത്തിക്കയറ്റി തലയിലൂടെ പുറത്തിറക്കിയിട്ട് കോഴിയെ കറക്കുന്നത് പോലെ അടിയിൽ തീയിട്ട് കറക്കിയാലും ചോദിക്കണ്ട കാര്യം, ഇവനെ കൊണ്ടൊരു ഉപകാരമില്ല എന്ന്. ഇത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു പോസ്റ്റാണ്. ഇത് കണ്ടപ്പോ ഇത് പറഞ്ഞില്ലെങ്കിൽ നാളെ ആധികാരികമായി വിക്കിപീഡിയ ഉദ്ധരിച്ച് അവതരിപ്പിച്ച് ഈ ചിന്തകൾ വായിക്കുന്ന ആളുകൾ ഇതെങ്ങനെയാണ് എന്ന് ധരിച്ചു പോയ ആളുകൾ ഉണ്ട് എന്ന് ഇന്നലെ പോലും എനിക്ക് മനസ്സിലായി. കാരണം ഈ വിഷയം അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ഇന്നലെ വൈകുന്നേരം നടന്നപ്പോ ഒരാൾ ഈ പോയിന്റ് എന്നോട് ഉദ്ധരിച്ചു, ചോദിച്ചു, നിങ്ങൾ എന്താ അവിടെ പറയാൻ പോകുന്നത്? റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുമായി താരതമ്യമുണ്ടല്ലോ, അവരെല്ലാ നിലക്കും താരതമ്യപ്പെടുന്നുവല്ലോ. സ്വാഭാവികമായും ജൂതന്മാരുടെ കുടിയേറ്റത്തെ എതിർക്കുന്ന നമ്മൾ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ കുടിയേറ്റത്തെ എതിർക്കേണ്ടി വരൂല്ലേ എന്നാണ് ആ ചോദ്യത്തിന്റെ പൊരുളെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുകയാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല. ഇന്ന് ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു, ഇന്നിവിടെ പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം, കൃത്യമായി അറിഞ്ഞിരിക്കണം, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ആരാണ്? അവർ കുടിയേറ്റക്കാരാണോ? ആണെങ്കിൽ അവർ കുടിയേറ്റക്കാരാണ് എങ്കിൽ ബുദ്ധ സന്യാസിമാർക്ക് അവരെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്റെ സഹോദരനെ കുറിച്ച് ഒരു മനുഷ്യനും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവിടെ ചുട്ടുകരിക്കുന്നത്, അവിടെ തോലുരിക്കുന്നത്, അവിടെ അംഗവിച്ഛേദം ചെയ്യുന്നത് എന്റെ സഹോദരനെയാണ്, എന്റെ പെങ്ങളെയാണ്, എന്റെ ഉമ്മയെയാണ്, എന്റെ വാപ്പയെയാണ്. അവരെ ക്രൂരമായി കൊന്നു തള്ളിയിട്ട് അവരുടെ പേരിൽ കള്ളക്കഥ പ്രചരിപ്പിച്ച് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരാളും ശ്രമിക്കരുത്. ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരാളും ശ്രമിക്കരുത്. നേരെ മറിച്ച് അറിയണം അവരെ കുറിച്ച്. ആരാണവര്? പടിഞ്ഞാറൻ ബർമയിലേക്ക് ആദ്യത്തെ റോഹിംഗ്യൻ സംഘം വന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. 7-ാം നൂറ്റാണ്ടിലാണ്, 60 കൊല്ലം മുമ്പല്ല. ഇസ്രയേൽ അവിടെ കടന്നു വന്നതുപോലെ 65 കൊല്ലമോ 68 കൊല്ലമോ മുമ്പല്ല. നേരെ മറിച്ച് 7-ാം നൂറ്റാണ്ടിലാണ് അവർ വന്നത്. റോഹിംഗ്യകൾ എന്ന് അവർ അറിയപ്പെട്ടു. എന്തുകൊണ്ട്? നമുക്കറിയാം, അന്ന് ലോകത്തെ വ്യത്യസ്ത കോണുകളുമായി ബന്ധം സ്ഥാപിച്ചത് അറബികളാണ്, അതും നാവികന്മാരായ അറബികളാണ്. എയർപോർട്ടുകളില്ലാത്ത കാലാണ്. 7-ാം നൂറ്റാണ്ടിൽ ലോകത്ത് എയർപോർട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കുന്നത്, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് സഞ്ചരിക്കുന്നത് കടൽ മാർഗമാണ്. പായക്കപ്പൽ കയറിയാണ് യാത്ര നടത്തുന്നത്. സ്വാഭാവികമായും അന്ന് നാവികർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവരാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള കടൽ മാർഗത്തെ സംബന്ധിച്ച് അറിയുന്നത്. ആ നാവികന്മാർക്ക് വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അറബ് നാവികരുടെ പിന്മുറക്കാരാണ് യഥാർത്ഥത്തിൽ റോഹിംഗ്യകൾ. റോഹിംഗ്യകൾ എന്ന് പറയുമ്പോൾ അറിഞ്ഞു വെക്കണം, ആരാണ് റോഹിംഗ്യകൾ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അറബ് നാവികന്മാരായിരുന്ന ആളുകളുടെ പിന്മുറക്കാരായി 7-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ആളുകൾ. അവരിൽ ഒരു സംഘം ആളുകൾ മ്യാൻമറിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അവർ ആ നാട്ടിൽ വന്നു അവിടെ ജീവിച്ച് വളർന്നു വലുതായി. നിങ്ങൾ മനസ്സിലാക്കണം, അത് കുറ്റമാണോ? അത് കുറ്റമാണോ? അങ്ങനെയാണെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് കുടിയേറ്റം ഉണ്ടാകാത്തത്? മനുഷ്യ ജീവിതം ആരംഭിച്ചത് അങ്ങനല്ലേ? ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ആളുകൾ പോയി, അവിടെ താമസിച്ചു, മക്കളുണ്ടായി, മക്കളുടെ മക്കളുണ്ടായി, തലമുറകളുണ്ടായി. അങ്ങനെയാണല്ലോ ലോകത്ത് മനുഷ്യർ താമസിച്ചത്. 7-ാം നൂറ്റാണ്ടിൽ അവരവിടെ വന്നു, അവിടെ താമസിച്ചു. അങ്ങനെ അവർ വളർന്ന് ഒരു രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്നവരായി മാറി. ആ രാജ്യം ഭരിക്കുന്നവരായി മാറി 1700 വരെ ഈ രാജവംശം ശക്തമായിരുന്നു. എന്ന് പറഞ്ഞാൽ 3.5 നൂറ്റാണ്ട് കാലം ആ നാട് ഭരിച്ചവരാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അറിയണം നിങ്ങള്, പഠിക്കണം നിങ്ങള്, പഠിപ്പിക്കണം നിങ്ങള്. ആ നാട് 3.5 നൂറ്റാണ്ട് കാലം ഭരിച്ചവരെ കുറിച്ചാ പറയുന്നത്. കുടിയേറ്റക്കാരൻ ആരാ പറയുന്നത്? അത് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ 3.5 നൂറ്റാണ്ട് കാലം അവർ നാട് ഭരിച്ച് ആ നാട്ടിലെ രാജാക്കന്മാരായി അവിടെ ജീവിച്ചു. പിന്നീട് അവർക്കിടയിലേക്ക് ബർമീസ് രാജാവ് കടന്നു വന്നു. ആ ബർമീസ് രാജാവ് കടന്നു വന്ന് ആ നാടിനെ തകർത്ത് തരിപ്പണമാക്കി, ആ നാടിനെ പിടിച്ചടക്കി. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ സ്ഥിതി അപകടത്തിലാകുന്നത് അന്നു മുതലാണ്. ബർമീസ് രാജാവ് കടന്നു വന്ന് അവരുടെ അധികാരം പിടിച്ചെടുത്ത്
ആ രാജാവ് അവിടെ നാട് വാഴുമ്പോ സ്വാഭാവികമായും അതിനു മുമ്പ് നാട് ഭരിച്ച ആളുകളെ ആക്രമിച്ചു എന്നത് സ്വാഭാവികമാണ്, അവരെ ഒതുക്കി എന്നത് സ്വാഭാവികമാണ്. അത് ആ രാജ്യത്ത് മാത്രമല്ല നടക്കുന്നത്. നമുക്കറിയാം, റഷ്യ ഭരിച്ചിരുന്നത് സർ ചക്രവർത്തിമാരാണ്. മതങ്ങൾക്കും മതമൂല്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളുകളായിരുന്നു സർ ചക്രവർത്തിമാർ. അതുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ മതകീയമായ മുന്നേറ്റം ആ രാജ്യങ്ങളിൽ ഉണ്ടായത്. ഇസ്ലാമിക സമൂഹത്തിന് പോലും ഒരുപാട് സേവനം ചെയ്ത രാജ്യമാണ് റഷ്യ. ഇമാം ബുഖാരിയെ പോലെ, അബൂദാവൂദിനെ പോലെ ഇസ്ലാമിക ലോകം കണ്ട അഗ്രേശ്വരരായ മുഹദ്ദിസുകൾ കടന്നു വന്നത് സൗദി അറേബ്യയിൽ നിന്നല്ല, മക്കത്ത് നിന്നല്ല, മദീനത്ത് നിന്നല്ല. ഇമാം ബുഖാരി റഷ്യയിലെ ബുഹാറക്കാരനാണ്. ഇങ്ങനെ ഇമാം ബുഖാരിയെ പോലെയുള്ള ശക്തന്മാരായ മുഹദ്ദിസുകളെ, സത്യസന്ധരായ മുഹദ്ദിസുകളെ ലോകത്തിന് സംഭാവന ചെയ്ത റഷ്യ, ആ റഷ്യയിലേക്ക് പിന്നീട് കമ്മ്യൂണിസം കടന്നു വന്നു. 19-ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസം കടന്നു വരുമ്പോ സർ ചക്രവർത്തിമാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കമ്മ്യൂണിസം അധികാരം വാണു. വർഷങ്ങളായി സർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ അതൃപ്തി പൂണ്ട ആളുകൾ കമ്മ്യൂണിസത്തിന് വഴിമാറിക്കൊടുത്തപ്പോ സ്വാഭാവികമായും വലിയ പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അധികാരത്തിലേറിയ ആ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ ആദ്യമായി തുടച്ചു നീക്കാൻ ശ്രമിച്ചത് സർ ചക്രവർത്തിമാരെ തന്നെയാണ്. സ്വാഭാവികമാണത്. ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് ആ നാട്ടിലേക്ക് പുതിയൊരു രാജാവ്, പുതിയൊരു ഭരണകൂടം കടന്നു വരുമ്പോ അതിനു മുമ്പുണ്ടായിരുന്ന ഭരണകൂടം തങ്ങൾക്ക് ഭീഷണിയാകാതിരിക്കാൻ തുടച്ചു നീക്കുമെന്നത്, അവർക്കെതിരെ തിരിയുമെന്നത് സ്വാഭാവികമാണ്. അത് ബർമീസ് രാജാവ് സുന്ദരമായി നിർവഹിച്ചു. തങ്ങൾക്ക് മുമ്പ് ആ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളെ, അവരെ പ്രതിരോധിക്കുവാനും അവരെ ഇല്ലായ്മ ചെയ്യാനും അവർ പണിയെടുത്തു. സ്വാഭാവികമായി ആ പരിപാടി അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാകുന്നത്, ബ്രിട്ടീഷ് കോളനിവാസികൾ ഉണ്ടാകുന്നത്. ആ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തും സ്വതന്ത്ര ബർമ പിറന്നപ്പോഴും റോഹിംഗ്യകളെ ഉന്മൂലനം ചെയ്യാനുള്ള സംഘടിതമായ ശ്രമം നടന്നു. അന്ന് ഈ കുടിയേറ്റല്ല, അത് കുടിയേറ്റമൊന്നുമില്ല. ഓരവിടുന്ന് ഒഴിവാക്കണം, അവരവിടുന്ന് മാറ്റണം എന്നുള്ള വളരെ സജീവമായ ചർച്ചകളും അവരെ ഉന്മൂലനം ചെയ്യാനുള്ള വളരെ ശക്തമായ ഇടപാടുകളും നടന്നു. അതിന്റെ ഭാഗമായി ബംഗാളിൽ നിന്ന് നിയമവിരുദ്ധമായി കുടിയേറിയവരാണ് ഇവർ എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചത്. 3.5 നൂറ്റാണ്ട് കാലം ആ നാട് ഭരിച്ച മനുഷ്യനെ കുറിച്ച് ഇവർ കള്ളക്കഥ പ്രചരിപ്പിച്ചു. ഇവര് ബംഗാളിൽ നിന്ന് വന്നതാണെങ്കിൽ അവർക്ക് ബംഗാളിലെ പൗരത്വം ഉണ്ടാകണ്ടേ? ആ ബംഗാളിന്റെ വാഗ്ദാക്കളായി അവർ അറിയണ്ടേ? ആ ബംഗാളിന്റെ പൗരത്വം അവർക്കുണ്ടാകണ്ടേ? അത് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, അവരുടെ കഥകൾ പഠിക്കുമ്പോ, അവർ ഹിസ്റ്ററി പഠിക്കുമ്പോ അവർ അനുഭവിച്ച പീഡനത്തിന്റെ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് ഒരു പത്രക്കാരന് പോലും ഇന്ന് ആ നാട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത വായിച്ചല്ലോ, ഏതോ ഒരു പത്രക്കാരൻ, അയാള് ചുളിവിൽ എവിടെ വന്നു, എന്നിട്ട് പാവപ്പെട്ട ഒരു റോഹിംഗ്യൻ മുസ്ലിം, ആ വകുപ്പിൽപ്പെട്ട ഒരാള് അയാളോട് സംസാരിച്ചു. തല നീട്ടിയിട്ട് ആ മനുഷ്യൻ പത്രക്കാരനോട് കാര്യങ്ങൾ വിവരിച്ചു. പിറ്റേന്ന് കണ്ടു ആ മനുഷ്യന്റെ തല അറുത്തിട്ടതായി കണ്ടു. ഒരുപാട് ഡോക്യുമെന്ററികൾ, പഠന പ്രബന്ധങ്ങൾ ആ നാടുമായി ബന്ധപ്പെട്ട് പുറത്തു വരാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ മീഡിയകളാണ് എന്ന് പറയാതെ കടന്നു ചെല്ലുന്നു. ഒരു മീഡിയക്കാരന് അങ്ങോട്ട് പ്രവേശനമില്ല. മീഡിയക്കാർക്ക് മാത്രമല്ല, പലർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അത് പിന്നീട് നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഈ രൂപത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാവുകയും പിന്നീട് സ്വതന്ത്രമായി ബർമ ഒരു രാജ്യമായി മാറുകയും ചെയ്തപ്പോഴും റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ഒതുക്കുവാനുള്ള പരിപാടികൾ നടത്തി എന്ന് മാത്രമല്ല, 1982 സൈനിക ഭരണകൂടം പൗരത്വ നിയമം കൊണ്ടുവന്നു. 1982 ചില സാമ്രാജ്യത്വ ശക്തികളുടെ ഒത്താശയോടുകൂടി കടന്നു വന്ന സൈനിക ഭരണകൂടം പൗരത്വ നിയമം അവിടെ കൊണ്ടുവന്നപ്പോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് പൗരത്വം തന്നെ നിഷേധിച്ചു. പൗരന്മാരല്ല, പൗരത്വമുള്ളവരല്ല. ഇവിടെയാണ് ഒരു ചോദ്യമുള്ളത്. ഒരു നാട്ടിൽ പൗരത്വമില്ലാത്തവൻ എങ്ങനെയാണ് ഇവിടെ എന്റെ രാജ്യമാക്കണം എന്ന് പറയുന്നത്, എന്റെ നിയമം കൊണ്ടുവരണമെന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിലുള്ള ഒരുപാട് കളികൾ, രാഷ്ട്രീയ കളികൾ, പൊളിറ്റിക്സിൽ ഒരിക്കലും ഒരു സമൂഹവും സ്വീകരിക്കാത്ത നാറിയ പ്രവർത്തനങ്ങൾ ഇവർ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് അവിടെ മാത്രമല്ല, മ്യാൻമറിൽ മാത്രമല്ല, നേരെ മറിച്ച് ബംഗ്ലാദേശിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തോ, ഇന്തോനേഷ്യയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രദേശത്തോ പൗരത്വമില്ല. ഒരു രാജ്യത്തും പൗരത്വമില്ല.
ഒരു രാജ്യത്തും പൗരത്വം ഇല്ല. ഞാൻ പാവപ്പെട്ടവനാണ്, നിസ്സാരനാണ്. പക്ഷേ എനിക്ക് അഭിമാനത്തോടെ എഴുന്നേറ്റ് പറയാം, ഞാൻ ഇന്ത്യൻ പൗരനാണ്. എന്റെ കുട്ടികൾക്ക് എഴുന്നേറ്റ് പറയാം, ഞാൻ ഇന്ത്യൻ പൗരനാണ്. തൊട്ടടുത്ത ഒരു പ്രദേശം പാകിസ്ഥാൻ, ആ പാകിസ്ഥാനിലുള്ള മനുഷ്യർക്ക് എഴുന്നേറ്റ് പറയാം, ഞാൻ പാകിസ്ഥാൻ പൗരനാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ള ആളുകൾക്ക് എഴുന്നേറ്റ് പറയാം, എന്റെ കയ്യിലുള്ളത് ശ്രീലങ്കൻ പാസ്പോർട്ടാണ്. അമേരിക്കക്കാരൻ എഴുന്നേറ്റ് പറയാം, ഞാൻ അമേരിക്കക്കാരനാണ്. പക്ഷേ റോഹിംഗ്യൻ മുസ്ലിം എഴുന്നേറ്റിട്ട് പറയാൻ പറ്റില്ല, ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, ഞാൻ മ്യാൻമറുകാരനാണ്, ഞാൻ ബംഗ്ലാദേശിയാണ്, ഞാൻ ബംഗാളുകാരനാണ്, അതല്ലെങ്കിൽ ഞാൻ പാകിസ്ഥാനിയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ ഒരു രാജ്യമില്ലാത്ത, ഒരു പ്രദേശമില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത മനുഷ്യർ, അവരാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ ആരും നമുക്ക് പറഞ്ഞു തരൂല്ല. നമ്മൾ ഇത് കണ്ടെത്തണം, നമ്മൾ പഠിക്കണം, നമ്മൾ അന്വേഷിച്ചു പോകണം. അപ്പോൾ നമുക്കത് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും. ഓരോരുത്തർ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്ന കുടിയേറ്റം നടത്തിയെന്നും അതുപോലെ തന്നെ രാജ്യമുണ്ടാക്കാൻ വേണ്ടി പല പണിയും നടത്തുന്നുവെന്നും മാത്രമല്ല, അവിടെ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതാണ്. സ്വന്തം രാജ്യം, ആ രാജ്യം ഏത് എന്ന് പോലും അറിയാത്ത, ഒരു രാജ്യത്തിന്റെ പോലും പൗരത്വമില്ലാത്ത മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരെയാണ് ഈ രൂപത്തിൽ ക്രൂരമായി കൊന്നു തള്ളുന്നത് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവരെ കുറിച്ച് പറഞ്ഞത് എന്താ? അവര് ഭീകരവാദികളാണ് എന്നാണ്. ഭീകരവാദികളാണ് എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചില ബുദ്ധിസ്റ്റുകളുടെ പ്രസംഗം ഞാൻ കേട്ടു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് കേൾപ്പിക്കും ഇവിടെ. ആ ബുദ്ധിസ്റ്റുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇവർ തീവ്രവാദികളാണ്, ഇവർ ഭീകരവാദികളാണെന്ന്. അതിൽ ഒരു ബുദ്ധ സന്യാസിയുടെ പ്രസംഗമുണ്ട്. ഞാനത് കുറച്ച് കൂടുതൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്ലിപ്പുകൾ മുഴുവനും ഇടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഈ വിഷയം മനസ്സിലാക്കാനും അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും അവിടെ നടക്കുന്ന ചതിയെക്കുറിച്ച് വിശദീകരിക്കാനും സമയം തികയാതെ പോകുമെന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ ചില വാക്കുകൾ മാത്രമാണ് കേൾപ്പിക്കുന്നത്. അത് കേട്ടാൽ മതി. ഫാഷിസത്തിന് ലോകത്തെപ്പോഴും എവിടെയും ഒരു മുഖമാണ്. ആ പ്രസംഗം കേട്ടാൽ നമുക്കത് മനസ്സിലാകും എന്താണ് പ്രസംഗിക്കുന്നത്. ഒരു ബുദ്ധ സന്യാസിയുടെ പ്രസംഗമാണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാല് ഈ ആളുകൾ അഥവാ അവിടുത്തെ മുസ്ലിമീങ്ങൾ ശക്തമായ റിസോഴ്സ് ഉണ്ടാക്കണം. അവരുടെ അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശക്തമായ ഇടപെടൽ നടത്തുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ബിസിനസ് ഉദ്ദേശിച്ചായി പറയണേ. റോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ കച്ചവടം ഒക്കെ രസമാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവർ മറ്റുള്ള പല രംഗത്തും ഇടപെടുകയും അതുപോലെ തന്നെ അവർ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ ആരായുകയും ചെയ്യുകയാണെന്നാണ്. ആ പൈസ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ആ പണം കൊണ്ട് നമ്മുടെ സ്ത്രീകളെ അവരിലേക്ക് ആകർഷിപ്പിക്കുകയും അവരെ മതം മാറ്റുകയും ചെയ്യും. അവർ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ അടിയിൽ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാം. അതേ സംഗതി തന്നെ അയാൾ പ്രസംഗിക്കുകയാണ്. കണ്ടോ? അപ്പോ ഇത് തന്നെ പറയുന്നത് വെച്ചാൽ ഇവർ പല ഹോട്ടലുകളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തി നമ്മുടെ സമ്പത്ത് അവരിലേക്ക് പിടിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവർ സമ്പന്നന്മാരാകും. സമ്പന്നനായ ആളുകള് നമ്മുടെ സ്ത്രീകളെ വശീകരിക്കും. അങ്ങനെ അവരുടെ മതത്തിലേക്ക് അവർ മാറ്റും. മതപരിവർത്തനം നടത്തുന്ന ഏറ്റവും വലിയ പേടി, ഇസ്ലാമിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പേടി, ആളുകളൊക്കെ ഇസ്ലാം ആവോ മുസ്ലിം ആവോ എന്നാണ്. അതാണ് ബുദ്ധ സന്യാസിക്കുണ്ടായ പേടി. മാത്രല്ല വേറൊരു സന്യാസി പ്രസംഗിക്കാണ്. ഇതൊക്കെ മ്യാൻമറിലെ പ്രസംഗങ്ങളാ. എന്താ പ്രസംഗിക്കുന്നറിയോ? ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പെറ്റുകൂട്ടും. പെറ്റുകൂട്ടാൻ അയാളുടെ ശൈലി, അയാളുടെ പ്രസംഗത്തിന്റെ ശൈലി എന്താണെന്ന് ചോദിച്ചാൽ വല്ലുമ്മയും ചെറുമോളും മോളും ഒക്കെ കൂടി ഒന്നിച്ച് ഹോസ്പിറ്റലിൽ പോയി ഒന്നിച്ച് പ്രസവിക്കും. ഒരാൾക്ക് 7-8 മക്കൾ ഉണ്ടാവും. ഉണ്ടോ? അപ്പോ ഈ രൂപത്തിൽ പെറ്റുകൂട്ടുന്നു ഇവരെ. നമ്മുടെ കേരളത്തിലും അത് കേട്ടു. മലപ്പുറത്തെ സ്ത്രീകൾക്ക് പന്നിപ്പേറാണ് എന്ന് പ്രസംഗിച്ച ആളുടെ പ്രസംഗം കേട്ടു. അതാ ഞാൻ പറഞ്ഞത്, ഫാഷിസത്തിന് ലോകത്ത് എവിടെയും ഒരു ഭാഷയാണ്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്.
මුල් මිනිබිරියයි අම්මයි ආච්චි තුන් දෙනාම එකට බඩ උසගෙන ඉස්පිරිතාලේ. තුන් දෙනාටම එකට බබාලා හම්බෙන්නේ. ඉතින් ඕකයි ඒගොල්ලන්ගේ තත්ත්වය. හැබැයි අපේ මිනිස්සු ලෑස්තිලා ඉන්නවා දෙන්නෙක් හදලා නතර වෙනවා. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം പറയുന്നത് ഇവര് വല്ലുമ്മയും മോളും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ ഒന്നിച്ചു പോയി പ്രസവിക്കും. ഒരാൾക്ക് 8 മക്കളും 9 മക്കളൊക്കെ ഉണ്ടാവും. അങ്ങനെ പെറ്റുകൂട്ടാണ്, പന്നിപ്പേരാണ് എന്നാ മൂപ്പര് പറയണത്. നമ്മളാകട്ടെ 1 or 2. അപ്പൊ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളാണെങ്കിൽ 1 or 2. അപ്പൊ അത് ബോധപൂർവം എന്തെടുക്കാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ. ഇത് ഒരു ഭാഗം. അതിലും വലിയ രസം ഇയാൾ പ്രസംഗിക്കുന്നുണ്ട്. ഇയാൾ പ്രസംഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഇയാളുടെ ഒരു പ്രസംഗമാണ്, അഥവാ ബുദ്ധന്മാരെ മാക്സിമം മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടണം. എന്നിട്ട് ഇയാൾ പ്രസംഗിക്കുന്നത് എന്താ പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, ഈ മുസ്ലിങ്ങളുടെ ഹോട്ടലുകൾ ഉണ്ടാവും. ഈ മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ ഏതെങ്കിലും ഒരു നോൺ മുസ്ലിം അല്ലാത്ത ആള് ചെന്നാൽ ഇവരുടെ ഖുർആൻ പറയുന്നത് ആ ഭക്ഷണത്തിൽ 3 പ്രാവശ്യം തുപ്പണം എന്നാണ്. നമ്മളൊരു മുസ്ലിമിന്റെ കടയിൽ പോയിട്ട് ഒരു ജ്യൂസ് വേണം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ജ്യൂസ് എടുത്തിട്ട് 3 പ്രാവശ്യം അതിലേക്ക് തുപ്പിയിട്ടാണ് നമുക്ക് തരുന്നത്. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇയാൾ പറയാ ഖുർആനിലുള്ള ഇസ്ലാമിന്റെ ശരീഅത്ത് ഇതാണ്. നമുക്ക് എങ്ങനെ ഇത് അംഗീകരിക്കും? ഇതെന്ത് ശരീഅത്താണ്, ഇതെന്ത് ലോയാണ്? നിങ്ങൾ പ്രസംഗിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കേട്ടിട്ടാണ് ഈ ബുദ്ധ സന്യാസിമാർ കുന്തും കുറവടിയൊക്കെ ആയിട്ട് ചാടി ഇറങ്ങുന്നത്. കേട്ടോളൂ, അദ്ദേഹത്തിന്റെ പ്രസംഗം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ അതിന്റെ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുണ്ട്. ඔබ දන්නවද? ඔබ සමහර විට නොදැන ඔය මුස්ලිම් හෝටල් වලට ගිහිල්ලා කාලා බීලා හැම ඇති. දන්නවද ඒගොල්ලන්ගේ අල් කුරානේ තියෙන නීතිය? මොකක්ද නීතිය? ඔවුන්ගේ නීතිය තමයි ඉස්ලාම් නොවන, මුස්ලිම් නොවන, අන්‍ය ජාතික වන, අන්‍ය ආගමික වන ඕනම කෙනෙකුට කෑමක් දෙනවා නම්, බීමක් දෙනවා නම් 3 පාරක් කෙල ගහලා තමයි දෙන්නේ. 3 පාරක් කෙල ගහලා තමයි දෙන්නේ. හෝටල් වල ඔය බොන තේ එකට කෙල පාරවල් වැදිලා ඇති. මුස්ලිම් හෝටල් වලට ගිහිල්ලා කාපු කෑම වලට ඔබ දන්නේ නැතුව කෙල පාරවල් වැදිලා ඇති. ශරියා නීතිය ඕකයි. ശരിയാണ് ഇത്. ഇതെന്ത് ശരീഅത്താണ്, ഇതെന്ത് ലോയാണ് നാളെ ചോദിക്കണേ. നിങ്ങൾ ചിന്തിക്കുക, ഇത് കേട്ടാലേ ബുദ്ധൻ ഇടിക്കൂലേ? ബുദ്ധൻ കുത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സാക്ഷാൽ ബുദ്ധ ഭഗവാൻ തന്നെ ഇറങ്ങി വരൂല്ലേ? അജാതി പ്രസംഗമായി പ്രസംഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രകോപനം ഉണ്ടാക്കുക, ഫാസിസത്തിന്റെ ഹിഡൻ അജണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സമൂഹത്തെ കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. ലോകത്തൊരു മുസ്ലിം അത് ചെയ്യൂ? ഭക്ഷണത്തിൽ ഊതരുത് എന്ന് പഠിപ്പിച്ച മത ഹബീബുന മുഹമ്മദ് മുസ്തഫ. ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ നീ ഊതിക്കഴിക്കരുത്, കാരണം നിന്റെ ശ്വാസത്തിലുള്ള അണുക്കൾ അതിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അതിലേക്ക് ശ്വാസം വിടരുത്. ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കരുത്, മുറിച്ചേ കുടിക്കാവൂ എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ അവർ ഭക്ഷണത്തിൽ തുപ്പിയിട്ടവന് കൊടുക്കുന്നത് എന്ന് സ്വാമി പ്രസംഗിക്കുകയാണ്. മനസ്സിലാക്കണം, ഇത് കേട്ടിട്ടാണ് ഇന്ന് നമുക്കറിയാം ലോകം കാണുന്ന ഏറ്റവും വലിയ ഭീകരവാദികൾ, തീവ്രവാദികൾ രൂപപ്പെട്ടത്. ഞാൻ പറയില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയും. ടൈം ദ ഫേസ് ഓഫ് ബുദ്ധിസ്റ്റ് ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തോന്നിയവാസത്തിന് നേതൃത്വം നൽകുന്ന മനുഷ്യന്റെ ബുദ്ധ സന്യാസിയുടെ ഫോട്ടോ കൊടുത്ത് കൃത്യമായി ടൈം എഴുതി ദ ഫേസ് ഓഫ് ബുദ്ധിസ്റ്റ് ടെറർ. ഇത് വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം, മടിയുണ്ടാകരുത്. ടൈംകാരൻ പറയുമ്പോൾ കൂടെ പറയല്ല, നമുക്ക് പറയണം ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി, ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി, ലോകത്തെ ഏറ്റവും വലിയ നരഹത്യ നടത്തുന്ന ക്രൂരൻ, അത് ഇപ്പറയുന്ന മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളല്ല, നേരെ മറിച്ച് അവിടെ ഈ സന്യാസ വസ്ത്രം ധരിച്ച് മൊട്ടയടിച്ചിറങ്ങി വന്നിട്ടുള്ള ഈ മൊട്ടത്തലയന്മാരാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനി വാ അവർ ഭീകരവാദികളാണോ? അവർക്ക് ഭീകരവാദി ഒരു തോക്ക്, ഞാൻ പേടിക്കുന്നത് ഏതെങ്കിലും ഒരുത്തൻ കൊണ്ടുപോയി മ്യാൻമറിലെ ഒരു മുസ്ലിമിന്റെ കയ്യിൽ തോക്ക് വെച്ച് കൊടുത്താൽ എല്ലാ ലോകരാഷ്ട്രവും വരും, അമേരിക്ക പടക്കപ്പലുമായിട്ട് വരും, മാത്രല്ല പെല്ലറ്റുമായിട്ട് വേറെ രാജ്യങ്ങൾ വരും, എന്നിട്ട് അടിച്ചങ്ങോട്ട് നിരത്തും. കാര്യം വെച്ചാൽ മുസ്ലിം ഭീകരവാദി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കയ്യിലെടുക്കാൻ തോക്ക് പോയിട്ട് ഒരു പിച്ചാത്തി പോലും ആ സാദിഖയുടെ കയ്യിലില്ലാത്തത് നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ സംഗതി ഇതൊന്നുമല്ല. സംഗതി മാറും. മ്യാൻമറിലെ മനുഷ്യർ, ഈ പാവപ്പെട്ടവർ ഭീകരവാദികളാണ് എന്ന് പത്രത്താളുകളിൽ കുത്തി നടക്കുന്നവരും മീഡിയകൾ എഴുതി പിടിപ്പിക്കുന്നവരും കഥയറിയാത്തവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയോ, അവിടെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കണമെങ്കിൽ അതിന് നിയമങ്ങളുണ്ട്.
വിവാഹത്തിന് സർക്കാർ നിയന്ത്രണമുണ്ട്. കാര്യം എന്താണെന്നറിയോ? പേടിയാണ് മുസ്ലിങ്ങള് പെണ്ണ് കെട്ടിയിട്ട് മക്കളുണ്ടാക്കുമോ. അതുകൊണ്ട് വിവാഹത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, സർക്കാരിന്റെ തിട്ടൂരമില്ലാത്ത വിവാഹം കഴിച്ചാൽ ജയിലിൽ കിടക്കണം. ആര്? സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഏതെങ്കിലും ഒരാള് പോയിട്ട് വിവാഹം കഴിച്ചാൽ അവനെ ജയിലിടും. പെണ്ണ് കെട്ടിയതിന്റെ പേരിൽ, വിവാഹം കഴിച്ചതിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കുന്ന ഏക രാജ്യം ആ രാജ്യമാണ്. തീർന്നില്ല പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത് വിവാഹം കഴിക്കാൻ സർക്കാർ നിയന്ത്രണം. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് മക്കളുണ്ടായാൽ അതിന്റെ പേരിൽ പ്രയാസം. മാത്രമല്ല, ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവന് വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. അല്ലേ? സാധാരണ പറയാറുണ്ട്, താലിബാൻ തീവ്രവാദികൾ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ തടഞ്ഞു വെച്ചു, മലാല ജീവൻ പണയം വെച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി എന്നൊക്കെ. എന്നാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു. ഒരു സെന്റ് സ്ഥലം പോലും തന്റേതായി ആ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിക്കണം ഇതിന് ഗൗരവം. ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിട്ട് എന്നോട് സർക്കാർ പറയാണ്, ഒരു സെന്റ് ഭൂമി ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഫാഷിസം വളർന്നാൽ എത്രത്തോളം എത്തും എന്നൊക്കെ ആലോചിക്കുന്നത് നല്ലതാ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഇവർ പറയാണ് ഒരു സെന്റ് സ്ഥലം പോലും സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. മാത്രല്ല, അതിലും രസം, പട്ടാളത്തിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ ഒരു അതിഥിയെ വിളിക്കാൻ പറ്റൂല. ഒരു അതിഥി എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണം. പട്ടാളം അനുമതി കൊടുക്കണം. ആർക്ക്? റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരണമെങ്കിൽ, ഒരു ലൈഫ് വരണമെങ്കിൽ, ആ അതിഥികൾ കടന്നു വരണമെങ്കിൽ പട്ടാളക്കാരന്റെ സർട്ടിഫിക്കറ്റ് വേണം. അതിലും വലിയ രസം ഞാൻ പറഞ്ഞുതരാം. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ വീട് നിങ്ങൾ പരിശോധിച്ചോളൂ. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ വീട് പരിശോധിച്ചാൽ ഒരൊറ്റ വീടിനും ചുമരുണ്ടാവില്ല. ചുമരുണ്ടാവില്ല, മറയുണ്ടാവില്ല എന്ന അർത്ഥത്തിലല്ല, പനമ്പോ വല്ലതും തൂക്കിയിട്ടുണ്ടാവുള്ളൂ. മതില് കെട്ടാൻ പാടില്ല. ഈ നൂറ്റാണ്ടിൽ ലോകത്ത് ഏത് രാജ്യത്താണ് ഇങ്ങനെ ഒരു നിയമമുള്ളത്? ഏത് രാജ്യത്തുള്ളത്? സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങി എന്ന് പറയപ്പെടുന്ന അതേ ആങ് സാങ് സൂചിയുള്ള സമാധാന നോബൽ സമ്മാനത്തിന്റെ ഉടമയുള്ള, അവർ നേതൃത്വം വഹിക്കുന്നു എന്ന് പറയുന്ന, അധികാരത്തിൽ അവർക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് റോഹിംഗ്യൻ മുസ്ലിമാണ് എങ്കിൽ അവന്റെ വീടിന് മതിൽ കെട്ടാൻ പാടില്ല. വീടിന്റെ മതിൽ മാത്രമല്ല, തന്നെ മുറിക്ക് ചുമര് കെട്ടാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന ലോകത്തെ ഏക രാജ്യം ആ രാജ്യമാണ്. സ്വന്തം വീടിന് ഒരു ഭിത്തി കെട്ടാൻ അവകാശമില്ലാതെ പനമ്പ് കൊണ്ട് മറച്ച വീടിന്റെ ഉള്ളിൽ കിടക്കുന്നവൻ അവൻ ഭീകരവാദിയാണത്രേ. മാത്രമല്ല, അവൻ അവിടെ ഇതാ പുതിയ രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചത്രേ. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ തുരത്തുന്നത് എന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കൊന്നുതള്ളിയ ഞങ്ങളുടെ സഹോദരങ്ങളുടെ പേരിൽ ഭീകരവാദത്തിന്റെ ചാപ്പ കെട്ടി അവരെ സമൂഹത്തിൽ തോന്നിവാസികളായും വൃത്തികെട്ടവരായും ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോ ദശകങ്ങളായി ഒരു മനുഷ്യന് കിട്ടേണ്ട മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടവരാ ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ സഹോദരങ്ങളും റോഹിംഗ്യയിലെ മുസ്ലിമുകളും. അറിയോ നിങ്ങൾക്ക്? ഞാൻ കിടന്നുറങ്ങുന്നത് ചുമരുകളുള്ള വീട്ടിലാ, ഭിത്തിയുള്ള വീട്ടിലാ, പെയിന്റ് അടിച്ച വീട്ടിലാ, പുട്ടിയിട്ട് പെയിന്റ് അടിച്ച വീട്ടിലാ, ബെഡിലാ കിടക്കുന്നത്. എന്റെ റോഹിംഗ്യയിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വീട് വെച്ചാൽ ആ വീടിന് ഭിത്തി കെട്ടാൻ അവകാശമില്ല. ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഏത് മനുഷ്യാവകാശ വിഭാഗമാണ്? ലോകത്ത് മനുഷ്യാവകാശ ദംഭനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളില്ലേ? ഇല്ലേ? ഒരുപാട് ആളുകളില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങകലെ സിറിയയിൽ IS-കാരൻ വന്നാൽ IS-കാരനെ പറഞ്ഞുവിട്ട്, അഥവാ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തന്നെ പറഞ്ഞുവിട്ട് IS-കാരൻ വന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ മോളിൽ കൊണ്ട് ഇവർ തന്നെ ഇടുക. രണ്ടു കൂട്ടരും ഒന്നിച്ചിടുക. ഒന്ന് ഈ തീവ്രവാദി ഇടും, മറ്റേതോ അതിന്റെ പുറത്തോട്ട് ഇവരിടും. ഇത് രണ്ടും ആ നാട്ടിലെ പാവങ്ങൾ സഹിക്കണം, അല്ലേ? എന്നാൽ ഈ ഇടപെടൽ എന്തുകൊണ്ട് മ്യാൻമറിൽ ഇല്ല? സ്വന്തമായി വീട് കെട്ടാൻ പോലും അവകാശമില്ലെന്ന് മാത്രമല്ല, പനമ്പുകൾ കൊണ്ട് കെട്ടിയ വീടുകളാണ് കത്തിക്കുന്നത്. അവിടെ പട്ടാളം വന്ന് കത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അവരെ കുറിച്ച് പറയാ ഭീകരവാദികളാണ്. ഭീകരവാദികൾ ആരാ? റോഹിംഗ്യയിലെ ഭീകരവാദികൾ, അവിടെ മ്യാൻമറിലെ ഭീകരവാദികൾ ആരാ? റോഹിംഗ്യൻ മുസ്ലിങ്ങളാണോ? ഒരിക്കലല്ല. നിങ്ങൾ അറിയണം, അവിടെ വർഷങ്ങളായി, ദശകങ്ങളായി അവിടെയുള്ള മുസ്ലിമീങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചത് 1942 മാക് ബുദ്ധിസ്റ്റുകൾ
ആ ബുദ്ധിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയിൽ 1,00,000-ലേറെ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. പരലക്ഷങ്ങളാണ് നാട് കടത്തിയത്, കണക്കില്ല. എത്ര ലക്ഷം ആളുകൾ നാട് കടത്തപ്പെട്ടു അറിഞ്ഞൂടാ. നേരെ മറിച്ച് 1942 മാങ് ബുദ്ധിസ്റ്റ് തീവ്രവാദികൾ 1,00,000 ചില്ലാനും മനുഷ്യരെ കൊന്നൊടുക്കി. അവിടെ ഇന്നല്ല ഇത് തുടങ്ങിയത്, ഇപ്പോഴല്ല, 42. നിങ്ങൾ ചിന്തിക്കണം, ആരെയും മാഗ് ബുദ്ധിസ്റ്റുകൾ വന്നിട്ട് അവർ ഈ റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ എവിടെ നിന്ന് വന്നതാ? ഇവൻ കുടിയേറ്റക്കാരനാ. മാഗ് ബുദ്ധിസ്റ്റ് 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ രാജ്യത്ത് കടന്നു വന്ന് അവിടുത്തെ അധികാരം പിടിച്ചെടുത്തോനാ. ആ മാഗ് ബുദ്ധിസ്റ്റുകൾ കുടിയേറിയിട്ട് അവിടെ നൂറ്റാണ്ടുകളായി 3.5 നൂറ്റാണ്ട് ഭരിച്ച ആളുകൾ കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ കൊന്നൊടുക്കാൻ തീർന്നോ? ഇല്ല. പിന്നീട് പട്ടാള ഭരണം ഉണ്ടായി. 1962 അന്നത്തെ പട്ടാള ജനറലായിരുന്ന നെവിൻ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോട് കൂടിയിട്ട് നടത്തിയ പട്ടാള അട്ടിമറിയിലൂടെ സൈന്യം അവിടെ അധികാരമേൽക്കുകയും അവർ മുസ്ലിങ്ങൾക്ക് ശത്രുക്കളായി മാറുകയും ചെയ്തു. പിന്നീട് സൈന്യത്തിന്റെ പീഡനത്തിന്റെ നാളുകളായിരുന്നു. മുസ്ലിങ്ങളെ കൂട്ടപ്പാലായത്തിൽ നിർബന്ധിക്കാൻ ഇന്നും നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ 5 ലക്ഷം മുസ്ലിങ്ങളെ ബർമയിൽ നിന്നും സൈന്യം നാടുകടത്തി. മലേഷ്യയിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, ഇന്തോനേഷ്യയിലേക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്നവർ അലഞ്ഞ് തിരിഞ്ഞടക്കുകയാണ്. ഒരു പേപ്പർ ഇല്ലാതെ, റേഷൻ വാങ്ങാൻ പറ്റാതെ, റേഷൻ കാർഡ് പോലും ഇല്ലാതെ 10,000-കണക്കിന് മനുഷ്യർ അലഞ്ഞു തിരിഞ്ഞടക്കാൻ. ചില ആളുകൾ ഇന്തോനേഷ്യയിൽ കുറച്ച് ഏറ്റെടുത്തൂടെ? ബംഗ്ലാദേശ് മാക്സിമം തള്ളിക്കഴിഞ്ഞു. വീണ്ടും തള്ളിവിടാൻ, ഇവരെങ്ങോട്ട് തള്ളിവിടാൻ. അനാഥരായ 1 സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത മനുഷ്യരെ തീർന്നോ? ഇല്ല. 1978 ബർമ സർക്കാർ 3 ലക്ഷത്തിലേറെ മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി. 1982 കുടിയേറ്റക്കാരാണെന്ന കുറ്റം ചുമത്തി മുസ്ലിങ്ങളുടെ പൗരത്വം തന്നെ റദ്ദാക്കി കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നും എന്താ ചെയ്യുന്നത്? ഇതുപോലെ ഒരേ പ്രദേശത്ത് സൈന്യം ചെന്ന് ഈ പറയുന്ന മച്ചുവ ഇറക്കിയിട്ട് നേരെ മുസ്ലിങ്ങളെ കയറ്റാൻ, എന്നിട്ട് തള്ളിവിടാണ് കടലിലേക്ക്. പോയിക്കോ. എങ്ങോട്ടാ പോണ്ട്? ആ തിരമാലകൾക്കിടയിലൂടെ ആ മച്ചുവ സഞ്ചരിച്ച്, അല്ലെങ്കിൽ ബോട്ട് എന്ന് പറയുന്ന ഒരു യന്ത്രം പോലും ഇല്ലാത്തത്, അത് ആ മച്ചുവ സഞ്ചരിച്ച് തായ്ലാന്റിന്റെ തീരത്തേക്ക് ചെന്നടഞ്ഞാൽ അവിടെയുള്ള പട്ടാളക്കാരൻ അതിലുള്ള സ്ത്രീകളെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് തിരിച്ചു കയറ്റിവിടാൻ. കഴിക്കാൻ ഭക്ഷണമില്ല ബോട്ടിൽ, കുടിക്കാൻ വെള്ളമില്ല ബോട്ടിൽ. എന്നിട്ട് അതിൽ കിടന്ന് മനുഷ്യർ, കുഞ്ഞുങ്ങളടങ്ങുന്ന സ്ത്രീജനങ്ങളടങ്ങുന്ന മനുഷ്യർ നട്ടുച്ച നേരത്തും കടലിന്റെ നടുവിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് കര കാണാതെ വാവിട്ട് നിലവിളിച്ച് തമ്മിൽ തല്ലിച്ചാവാൻ. ചില ആളുകൾ കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, എത്ര ക്രൂരമാണിത്. അതുകൊണ്ടാണ് ഇന്ന് ആങ് സാങ് സൂഖിയുടെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം വിവാദമാകുന്നത്. എന്ത് സമാധാനമാണ് ഇവിടെയുള്ളത്? എന്ത് സമാധാനത്തെ കുറിച്ച് ഇവർ പറയുന്നത്? ഇതൊക്കെ ചെയ്തിട്ടും അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടി മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ ഈ തോന്നിയാസം മുഴുവൻ ചെയ്തിട്ട് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കുടിയേറ്റക്കാരും തീവ്രവാദികളും ഭീകരവാദികളുമാകുന്നു എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പറയുമ്പോ, ഇത് അവസാനിപ്പിക്കുമ്പോ, ഞാൻ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും വേദനയോടെ, പ്രയാസത്തോടെ, കഷ്ടതയോടെ, നൊമ്പരങ്ങളോടെ റോഹിംഗ്യയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളുടെ ശരീരം അതിങ്ങനെ പറിച്ചു കീറുന്നുണ്ട്, തൊലി ഇങ്ങനെ ഉരിഞ്ഞെടുക്കുന്നുണ്ട്. മനസ്സിലാക്കണം, പണ്ട് സ്വഹാബികളൊക്കെ അനുഭവിച്ച കഥകളെ പറ്റി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ജീവനോടെ തൊലി ഉരിക്കപ്പെട്ടവർ എന്ന്, ജീവനോടെ കിടങ്ങിലിട്ട് കത്തിക്കപ്പെട്ടവർ എന്ന്, 2 പിളർപ്പായി പറിച്ചു കീറിയവർ എന്ന്. ഇതൊക്കെ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോ അവർ അനുഭവിച്ച പീഡനങ്ങൾ, ആ പീഡനങ്ങളുടെ ആ ചരിത്ര പുസ്തകം വായിച്ചപ്പോൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമുക്കത് കാണാൻ കഴിയുകയാണ്. ഈ നൂറ്റാണ്ടിൽ നമുക്കത് കാണാൻ കഴിയുകയാണ്. ഇവിടെ ഇത് കേട്ടിട്ട് ആരും പ്രകോപിതരാകും എന്ന് വിചാരിക്കേണ്ടത്. മുസ്ലിം ഉമ്മത്ത് പ്രകോപിതരാകൂല. അങ്ങനെ ആകാനും പാടില്ല. മുസ്ലിങ്ങൾ പ്രതീക്ഷയുള്ളവരാ. ഞങ്ങൾക്കറിയാം എന്തിനെയാണ് ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാരും തമ്പ്രാക്കന്മാരും ഭയപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. എന്തിന്റെ പേരിലാണ് മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ക്രൂശിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഭീകരവാദത്തിന്റെ ചാപ്പകുത്തി, തീവ്രവാദത്തിന്റെ ചാപ്പകുത്തി സമാധാന സന്ദേശത്തിന്റെ വാഹകരെ തുറുങ്കിലടക്കാൻ വെപ്രാളം കൊള്ളുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഏതെല്ലാം തരത്തിൽ ഈ സമുദായത്തെ പീഡിപ്പിച്ചാലും, എത്ര തന്നെ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും
അള്ളാഹു ഞങ്ങൾക്ക് തന്നൊരു വാഗ്ദാനമുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. കൊന്നു തീർക്ക് തീരൂല ഈ സമുദായം. നിങ്ങൾ കൊന്നാൽ ചുട്ടുകരിച്ചാൽ ഈ സമുദായം തീരൂല. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അങ്ങനെ ഈ സമുദായം തീർണമായിരുന്നെങ്കിൽ ഈ ബുദ്ധ സന്യാസികൾക്ക് മുമ്പ് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ വേദനയോടെ മാത്രം നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരുപാട് രംഗമുണ്ട്. മാത്രമല്ല ഇസ്ലാമിന്റെ പൂർണ്ണ ചരിത്രം, ഇസ്ലാമിക ചരിത്രം അൽ കാമിൽ ഫി താരീഖ് എന്ന പേരിൽ ബഹുമാന്യനായ ഭുവനപ്രസിദ്ധനായ ആധികാരിക ചരിത്രകാരനായ ഇബ്നുൽ അസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്തുൽ ഗാബയുടെ കർത്താവായ മുസന്നിഫായ മഹാനായ പണ്ഡിതൻ ഇബ്നുൽ അസീർ അദ്ദേഹം അൽ കാമിൽ ഫി താരീഖ് എന്നൊരു ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ അൽ കാമിൽ ഫി താരീഖിൽ ഓരോ നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതി ബഹുമാനായ ഇബ്നുൽ അസീർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അതുപോലെ മുമ്പുള്ള പ്രവാചകന്മാർ മുതൽ ഇങ്ങോട്ട് ഓരോ നൂറ്റാണ്ടിന്റെയും ചരിത്രം എഴുതി ഒന്നാം നൂറ്റാണ്ടിന്റെ ചരിത്രം, രണ്ടാം നൂറ്റാണ്ടിന്റെ ചരിത്രം, മൂന്നാം നൂറ്റാണ്ടിന്റെ ചരിത്രം, നാലാം നൂറ്റാണ്ടിലെ മുസ്ലിമിന്റെ ചരിത്രം, അഞ്ചാം നൂറ്റാണ്ടിന്റെ ചരിത്രം, ആറാം നൂറ്റാണ്ടിന്റെ ചരിത്രം. ആ ചരിത്രവും അൽ കാമിൽ ഫി താരീഖ് ചരിത്രത്തിന്റെ പൂർണ്ണത എന്നർത്ഥത്തിലുള്ള ആ പുസ്തകത്തിൽ എഴുതിയിട്ട് ഏഴാം നൂറ്റാണ്ടിന്റെ ചരിത്രം എഴുതിയപ്പോ അദ്ദേഹം ഒരധ്യായത്തിലേക്ക് വന്നു. താർത്താരികൾ രംഗത്ത് വരുന്ന, താർത്താരികൾ പുറപ്പെടുന്ന ആ ചരിത്രം, ഇലാ ബിലാദി ശ്യാം എന്ന പ്രവിശ്യയിലേക്ക് താർത്താരികൾ കടന്നു വരുന്ന ചരിത്രം എന്ന് പറഞ്ഞ് ഏഴാം നൂറ്റാണ്ടിന്റെ ചരിത്രം എഴുതാൻ അദ്ദേഹം ഇരിക്കുമ്പോ ആ ഉസ്തുൽ ഗാബയിൽ അദ്ദേഹം കുറിച്ചിട്ടൊരു വാചകമുണ്ട്. വേറെ ഒരു ചരിത്ര ഗ്രന്ഥത്തിലും അതിന് തത്തുല്യമായ ഒരു പരാമർശം എന്റെ പരിമിതമായ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല. പലരോടും ചരിത്രം വായിക്കുന്നവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതിന് തത്തുല്യമായ ഒരു വാചകം, ഇതുപോലൊരു വാചകം വേറെ ഏതെങ്കിലും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. അവര് പറഞ്ഞു ഇല്ല. എന്താ അദ്ദേഹം എഴുതി വെച്ചെന്നറിയോ? ലഖദ് ബഖീതു ഇദ്ദത സിനീൻ, ഞാൻ വർഷങ്ങളായി പലവരും ഞാൻ പേനയെടുക്കും. എന്തിനാണെന്നറിയോ? ഈ സംഭവം, ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സംഭവം അത് ചരിത്രമായി രേഖപ്പെടുത്തി എനിക്ക് പിന്നാലെ വരുന്നവർക്ക് വായിക്കാൻ അത് എഴുതി വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പേനയെടുക്കും. പക്ഷേ ഞാൻ എടുത്തു വെച്ച കാല് ഞാൻ പുറകോട്ട് തന്നെ എടുത്തു കളയും, ഞാൻ വീണ്ടും പുറകോട്ട് പിരിഞ്ഞു കളയും. എനിക്ക് ഇതുവരെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആർക്കാണ് ലാഘവത്തോടെ അതെഴുതാൻ കഴിയുക? ലാഘവത്തോടെ ആ ചരിത്രമായി മുസ്ലിമിന്റെയും ഇസ്ലാമിന്റെയും ആ കഥ, ആ വിലാപം പേന കൊണ്ട് എഴുതാൻ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ദുർബലമായി പോയി. ഇന്ന് ഞാൻ ചരിത്രത്തിന്റെ പൂർണ്ണത എഴുതാൻ വേണ്ടിയിരിക്കുമ്പോ ഓരോ നൂറ്റാണ്ടിന്റെയും ചരിത്രം എഴുതിയിട്ട് ഈ ഖുറൂജ് തത്ർ താർത്താരികൾ ഈ ഷാമിലേക്ക് വന്ന ചരിത്രം ഞാൻ എഴുതാതെ പോയാൽ എന്റെ ഈ കിതാബിന് അൽ കാമിൽ ഫി താരീഖ് എന്ന് പേരിടാൻ പറ്റൂല. കാരണം ഈ ചരിത്രം ഒഴിവാക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ഈ ചരിത്രം എഴുതാൻ നിർബന്ധിതനായിരിക്കുന്നു. പലവരും പേരെടുത്തിട്ട് ഞാൻ നിലത്ത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇബ്നുൽ അസീറിന് ഇതെഴുതൽ നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. ഫയാലൈത ഉമ്മീ ലം തലിദിനി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ. വയാലൈതനി മിത്തു ഖബല, അല്ലാഹുവേ ഞാനിത് എഴുതുന്നതിന് മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാനെല്ലാം മറന്നുപോയ ഒരു വിസ്മൃതനായിരുന്നെങ്കിൽ, ഒരു ഭ്രാന്തനായി മാറിയിരുന്നെങ്കിൽ. അദ്ദേഹം പറയുകയാണ്, കാരണം ഇത് എഴുതിയേ പറ്റൂ. എഴുതൽ നിർബന്ധിതനാകുമ്പോ ഒരു ചരിത്രകാരൻ തന്റെ കയ്യിൽ പേനയും പേപ്പറും എടുത്ത് വെച്ച് കരയുകയാണ്. ഇതെങ്ങനെ എഴുതും? സുബ്ഹാനേ, ഞാൻ എല്ലാം മറന്നവനായി പോയിരുന്നെങ്കിൽ, ഞാൻ എഴുതുന്നതിന് മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ, യാ ലൈതനി ലം തലിദിനി ഉമ്മി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽ കാമിൽ ഫി താരീഖിന്റെ ആ ഭാഗം എഴുതിയിട്ടുള്ളത്. അറബി അറിയുന്ന ചരിത്ര പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഹൃദയഭേദകമാണ് അദ്ദേഹത്തിന്റെ വചനങ്ങൾ, വാക്കുകൾ. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹം? കാരണം ആ 7-ാം നൂറ്റാണ്ടിൽ താർത്താരികൾ കടന്നു വന്നു, ചെങ്കിസ് ഖാന്റെ പട്ടാളം കടന്നു വന്നു. അവർ റഷ്യൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി, ബുഹാറയിലൂടെ, അവിടെ നിന്ന് കടന്നു യൂറോപ്പ് കടന്ന് ചൈന കടന്ന് ചെങ്കിസ് ഖാന്റെ പട്ടാളം കടന്നു വന്ന് 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അബ്ബാസിയ ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലേക്ക് കടന്നു വരുമ്പോ
ചെങ്കിസ് ഖാൻ വരുന്നു എന്നറിഞ്ഞിട്ട് ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് ആ കിടങ്ങിന്റെ ഉള്ളിൽ കോട്ടയുണ്ടാക്കിയിട്ട് ആ കോട്ടയുടെ ഉള്ളിൽ കയറി സുരക്ഷിതമായിരിക്കുകയാണ്. കാരണം ചെങ്കിസ് ഖാനെ നേരിടാൻ അവർക്ക് കഴിയില്ല. ചെങ്കിസ് ഖാന്റെ പട്ടാളത്തോട് പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് വലിയ കിടങ്ങുണ്ടാക്കി, ഹന്തക്കുകൾ ഉണ്ടാക്കി. ആ ഹന്തക്കിന്റെ നടുവിൽ വലിയ കോട്ടയുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ പാവപ്പെട്ട ഉമ്മമാരും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും വല്ലുപ്പമാരും യുവാക്കളുമൊക്കെ കയറി ഒളിച്ചിരിക്കുമ്പോ ചെങ്കിസ് ഖാൻ അങ്ങോട്ട് തന്റെ കുതിരപ്പട്ടാളത്തെ ഓടിച്ചു വന്നിട്ട് ആ ചെങ്കിസ് ഖാന്റെ പട്ടാളം കടന്നു വന്ന് ആ കിടങ്ങ് ചാടിക്കടന്ന് നേരെ കോട്ടയിൽ കയറി അവിടെയുള്ള മനുഷ്യരെ കൊണ്ടുവന്ന് തലയറുത്ത് കിടങ്ങ് മൂടിക്കളഞ്ഞു എന്നാണ്. ഈ ചെങ്കിസ് ഖാന്റെ പട്ടാളം കടന്നു വരുന്നത് തടയുവാൻ വേണ്ടി അവർ കെട്ടിയ കിടങ്ങ് മനുഷ്യന്റെ കബന്ധങ്ങൾ കൊണ്ട്, മയ്യത്തുകൾ കൊണ്ട് അന്ന് നിറച്ചു എന്ന് മാത്രമല്ല, ബഗ്ദാദിന്റെ മണ്ണിൽ അവിടെ ചോരപ്പുഴ ഒഴുകി, യൂഫ്രട്ടീസും ഒക്കെ അതേ ചുവന്നൊഴുകി എന്നാണ്. നീണ്ട 7 ദിവസം അബ്ബാസിയ ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലേക്ക് ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടിയായ ആ ആള് പേരക്കുട്ടി കടന്നു വന്ന് പിടിച്ചടക്കിയിട്ട് 7 ദിവസം നീണ്ട കവർച്ച ബഗ്ദാദിനെ ചുമപ്പിച്ചൊഴുകിയ രക്തപ്പുഴയും ഗ്രന്ഥശേഖരങ്ങൾ കൊണ്ട് അത് നിറഞ്ഞ ടൈഗ്രീസും അടക്കം അന്ന് ബഗ്ദാദിന്റെ ചിത്രം മാറുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, നിരവധി മനുഷ്യർ, അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ പറയുന്നുണ്ട്. ഇബ്നുൽ അസീർ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. 3 ആളുകൾ വരികയെന്ന് വിചാരിക്കുക, 10 ആളുകൾ ഒന്നിച്ച് വരികയെന്ന് വിചാരിക്കുക, 10 യുവാക്കൾ ഒന്നിച്ച് വരികയാണ് റോഡിലൂടെ. അപ്പോഴാ ചെങ്കിസ് ഖാന്റെ ഒരു പട്ടാളക്കാരൻ ഒരുത്തൻ മറുഭാഗത്തൂടെ വരുന്നത്. ഈ മനുഷ്യർ തല കാണിച്ചു കൊടുക്കുമത്രേ. അവൻ വെട്ടിപ്പോകും. കാരണം അത്രത്തോളം ഭീതിതമായി മനസ്സ് പേടിച്ചു മനുഷ്യൻ. 10 പേരൊന്നിച്ച് വരുമ്പോ ഒരുത്തൻ മറുഭാഗത്ത് വരുമ്പോ അവനെ ഈ 10 പേര് നേരിട്ടാൽ ഒതുക്കാമല്ലോ. പക്ഷേ മനുഷ്യന്റെ മനസ്സ് അരക്ഷിതാവസ്ഥയിലായിട്ട് ആ മനുഷ്യരിൽ 10 പേരും ചെന്ന് തല കാണിച്ചു കൊടുക്കും. പട്ടാളക്കാരൻ അവന്റെ തല വെട്ടിക്കളയും. അങ്ങനെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി പോയി എന്ന് മാത്രമല്ല, അവസാനം ടൈഗ്രീസ് കുറുകെ ചാടേണ്ടി വന്നപ്പോ അന്ന് ആ ടൈഗ്രീസിന് പാലമുണ്ടായിരുന്നില്ല. അന്ന് വിജ്ഞാനത്തിന്റെ ശിരാകേന്ദ്രമായിരുന്ന ബഗ്ദാദിലെ ഉന്നതമായ ആ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകക്കെട്ടുകൾ, ഗ്രന്ഥക്കെട്ടുകൾ കൊണ്ടുവന്ന് ടൈഗ്രീസിന് കുറുകെ പുസ്തകം കൊണ്ട് പാലം കെട്ടി അതിന്റെ മുകളിലൂടെ കുതിര ഓടിച്ചു പോയി എന്ന ചരിത്രം ആ 7-ാം നൂറ്റാണ്ടിന്റെ ചരിത്രമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ, ആ ചെങ്കിസ് ഖാനും അതുപോലെ തന്നെ തർത്താരികളുടെ പടയോട്ടവുമൊക്കെ നൂറ്റാണ്ടുകൾ നടന്നു. അന്ന് മുസ്ലിം ഉമ്മത്തിന്റെ തലകൊയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല. 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലും കുരിശുപട ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലേക്ക് കടന്നു വന്നിട്ട് നൂറുകണക്കിന് 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി. അനവധി മനുഷ്യരെ കൊന്നൊടുക്കി. ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത്, സ്പെയിനിൽ, അതുപോലെ തന്നെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ അവിടെ മുഴുവനും നടന്ന് 1 നൂറ്റാണ്ടല്ല 200 കൊല്ലക്കാലം നിരന്തരമായി മുസ്ലിങ്ങളെ കൊന്നുതള്ളി. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് തീർന്നു പോയിട്ടില്ല. ഇവിടെ ബാക്കിയുണ്ട് മുസ്ലിം ഉമ്മത്ത്, ഇനിയും ഉണ്ടാകും. ലോകാവസാനം വരെ ഇവിടെ ബാക്കി ഉണ്ടാകും. അപ്പോ സ്വാഭാവികമായും എന്ത് നമ്മൾ ചെയ്യണം? ഖുർആൻ മാതൃകയാണ്. കുടിയേറ്റം എന്നത് അപരാധമല്ല. ഇത് അല്ലാഹുവിന്റെ ഭൂമിയാണ്, പടച്ചവന്റെ ഭൂമിയാണ്. കുടിയേറ്റം അപരാധമല്ല. ലോകത്തൊരുപാട് ആളുകൾ, അശരണരായ വീടില്ലാത്ത ആളുകൾ, അവരെ സ്വീകരിക്കലും കൊണ്ടും കൊടുത്തും ജീവിക്കലും നമ്മുടെ ബാധ്യതയാണ്. ദേശീയത, ഏതൊരു മനുഷ്യനും തന്റെ ദേശത്തോട് സ്നേഹമുണ്ടാകും, അത് അതിരുവിടാൻ പാടില്ല. എന്റെ രാജ്യത്തോടുള്ള സ്നേഹം എന്റെ അയൽ രാജ്യത്തോടുള്ള ശത്രുതയായി വളരാൻ പാടില്ല. എന്റെ രാജ്യത്തോട് എനിക്ക് കൂറുണ്ടാകണം, എന്റെ രാജ്യത്തോട് എനിക്ക് സ്നേഹമുണ്ടാകണം. പക്ഷേ എന്റെ അയൽപക്കത്തെ രാജ്യത്തോട് എനിക്ക് എന്റെ നാടിനോടുള്ള സ്നേഹം അത് അടുത്ത രാജ്യത്തോട്, തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശത്തോട് ശത്രുതയായി വളരുന്നുവെങ്കിൽ അതാണ് ഫാഷിസം എന്ന് പറയുന്നത്. ആ ഫാഷിസമാണ് ലോക സമൂഹത്തെ എന്നും നശിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിക ചരിത്രം പഠിപ്പിച്ചു തരികയാണ്, റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല കുടിയേറ്റത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടത്. അവർ കുടിയേറിയിട്ടില്ല, എന്നാലും ആ പേര് പറഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങകലെ ഈജിപ്തിന്റെ ചരിത്രം പറയുമ്പോ അള്ളാഹ് പറയുന്നുണ്ട്, അവിടെയും ഉണ്ടായിരുന്നു ബനു ഇസ്രായേൽ സന്തതികൾ കുടിയേറിയവരാണ്, ഈജിപ്തുകാരല്ല. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ വന്നപ്പോ ആ ഈജിപ്തിലേക്ക് വന്ന യൂസുഫ് നബി തന്റെ സഹോദരങ്ങളെ കൂടി തനിക്ക് അധികാരം കിട്ടിയപ്പോ, ഭരണം കിട്ടിയപ്പോ ആ ഫലസ്തീനിൽ നിന്ന് വിളിച്ച് ഈജിപ്തിൽ കൊണ്ടുവന്നു. അവരവിടെ താമസിച്ചു. അവർ കടന്നു വന്നവരാ, അവർക്ക് മക്കളുണ്ടായി, തലമുറകളുണ്ടായി. സ്വാഭാവികമായും
ആ നാട്ടിലുണ്ടായിരുന്ന ഖിബ്തികൾ ഇസ്രായേലിനെ അടിച്ചമർത്തി അടിമകളാക്കി പണിയെടുപ്പിച്ചു. ബനു ഇസ്രായേലർ അഥവാ ബനു ഇസ്രായേൽ അവരാണ് ആ പിരമിഡുകൾ കെട്ടിയുണ്ടാക്കിയത്, ഫറോവക്ക് അടിമപ്പണി ചെയ്തത്. ആ ബനു ഇസ്രായേലിനെ കൊണ്ട്, ഇസ്രായേൽ സന്തതികളെ കൊണ്ട് പണിയെടുപ്പിച്ചു, അധ്വാനിപ്പിച്ചു. കുടിയേറ്റക്കാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് നിരന്തരമായി പീഡിപ്പിച്ചു. അവരുടെ മക്കളെ കൊന്നുകളഞ്ഞു. മ്യാൻമറിൽ മാത്രമല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറം ഫറോവ നാട് ഭരിക്കുമ്പോ കുടിയേറ്റത്തിന്റെ പേര് പറഞ്ഞ് ആൺമക്കളെ കൊന്നുകളഞ്ഞ് പെൺമക്കളെ ജീവിക്കാൻ വിട്ട് അങ്ങനെ ഫറോവ കിരാതമായ നടപടി നടത്തുമ്പോ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹ് പറഞ്ഞു വിട്ടു എന്നാണ്. പടച്ചറബ്ബ് മൂസാ നബിയെ പറഞ്ഞു വിട്ടത് കയ്യിൽ ഫറോവിന്റെ നെഞ്ചത്തേക്ക് വെക്കാനുള്ള വെടിക്കോപ്പുമായിട്ടല്ല, നേരെ മറിച്ച് തൗറാത്തുമായിട്ടാ പറഞ്ഞു വിട്ടത്. എന്നിട്ട് പറഞ്ഞു ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന യതദക്കറു ഔ യഖ്ശാ. ആ ഫറോവയുടെ സമീപത്ത് പോയിട്ട് മാന്യമായി നീ സംസാരിക്കണം, അവൻ നന്നായാലോ. ആ രൂപത്തിൽ മൂസാ നബി ചെന്നു, സംസാരിച്ചു. മൂസാ നബിക്ക് അല്ലാഹ് കൊടുത്ത മുഅ്ജിസത്ത് വടികിട്ട് കാണിച്ചു, പാമ്പാക്കി കാണിച്ചു. കൈയെടുത്ത കക്ഷത്തിൽ വെച്ച് അത് പ്രകാശിക്കുന്നിടത്ത് കാണിച്ചു. ആ ഫറോവ പറഞ്ഞു, ഇത് മാജിക്കുകാര് നമ്മുടെ നാട്ടിൽ കാണിക്കുന്നതാ. മൂസാ നബി പറഞ്ഞു, എങ്കിൽ നമുക്ക് നോക്കാലോ, അവരെ വിളിക്ക്. അവരെ വിളിപ്പിച്ചു, ഫറോവ വിളിപ്പിച്ചു. മാജിക്കുകാർ വന്നു, അവർ വടിയും അവരുടെ കയറുകൾ വിട്ടു. അതിങ്ങനെ ഓടാൻ തുടങ്ങിയപ്പോ മൂസാ നബി പേടിച്ചു പോയി. മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ട, അങ്ങട് അങ്ങ് വടിയിട്ടു. വടികിട്ട് കഴിഞ്ഞപ്പോ മൂസാ നബിയുടെ വടി പാമ്പായി, മറ്റു പാമ്പുകളെ വിഴുങ്ങി. ഇത് കണ്ടപ്പോ ഫറോവക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ മൂസാ നബിക്കെതിരെ മാജിക് കാണിക്കാൻ വന്നവർ അവരവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ആമന്നാ ബി റബ്ബി മൂസ, ആമന്നാ ബി റബ്ബിൽ ആലമീൻ, റബ്ബി മൂസ വ ഹാറൂൻ. ഞങ്ങൾ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചു, ഞങ്ങൾ വിശ്വാസികളായി, ഞങ്ങൾ മുഅ്മിനുകളായി. അത്രയും നേരം ആദരവോടെ ഫറോവ കണ്ടിരുന്നവർ, ഫറോവയുടെ അതിഥികളായിരുന്നവർ ആ മൂസാ നബിയിൽ നിന്ന് ആ തൗഹീദും റിസാലത്തും കണ്ടപ്പോ അവര് പറഞ്ഞുപോയി, ആമന്നാ ബി റബ്ബിൽ ആലമീൻ, റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞപ്പോ ഫിർഔൻ ചോദിക്കുകയാണ്, ആമന്തും ബിഹി ഖബ്ലു അൻ ആദന ലക്കും, എന്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് വിശ്വസിക്കുകയോ, ഞാൻ ഓർഡർ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയോ? ഇന്ന ഹാദാ ലമക്റുൻ മകർതുമൂഹു ഫിൽ മദീന ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ. ഇത് നിങ്ങളുടെ പ്ലാനാ, ഈ നാട്ടിൽ ജീവിക്കുന്നവരെ പുറത്താക്കാൻ. ഇന്നും മ്യാൻമറുകാരൻ പറയുന്ന വാചകം പണ്ട് ഫറോവ പറഞ്ഞതാ. ഇന്ന് മ്യാൻമറിലെ ബുദ്ധിസ്റ്റുകൾ പറയുന്ന വാചകം പണ്ട് ഫറോവ പറഞ്ഞതാ. ഈ ആളുകൾ, ഈ മുസ്ലിമീങ്ങൾ ഇവിടെ വന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കി അവന്റെ നാട്, അവന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അവൻ പണിയെടുക്കുന്നത്. ഫറോവ പയറ്റിയ അടവാണെന്ന് ഖുർആൻ. നിങ്ങൾ ഈ നാട്ടിൽ വന്ന് ഒരു ഇസ്ലാമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ പണിയെടുക്കുകയാണോ? ലഅഖ്തിഅന്ന ഐദിയകും വഅർജുലകും. അതെ, ഇന്നത്തെ പത്രമല്ല ഞാൻ വായിക്കുന്നത്, ഖുർആനാ, അല്ലാഹുവിന്റെ ഖുർആൻ. ലഅഖ്തഅൻ, ഞാൻ മുറിച്ചു കളയും. ഐദിയകും, നിന്റെ കൈ, നിങ്ങളുടെ കൈ ഞാൻ മുറിച്ചെടുക്കും. വാർജുലക്കും, നിങ്ങളുടെ കാലുകൾ ഞാൻ മുറിച്ചെടുക്കും. മാത്രമല്ല തുമ്മ ലഉസ്ലിബന്നകും, തീർച്ചയായും നിങ്ങളെ ഞാൻ കുരിശിലേറ്റും, മരത്തിൽ ആണിയടിച്ചു വെക്കും. അന്ന് ഫറോവ പറയുക, മുഴുവത്തെയും ഞാൻ മരത്തിൽ ആണിയടിച്ചു വെക്കും, കുരിശിലേറ്റുമെന്ന് അന്ന് ഫറോവ പറയുകയാ. എന്ന് മാത്രമല്ല, അത് കേട്ടപ്പോ വിശ്വാസികൾ പതറിയില്ല. നീ ഞങ്ങളുടെ നെഞ്ചത്ത് ആണിയടിക്കുമെന്നാണോ പറയുന്നത്? ഞങ്ങളെ കുരിശിൽ കെട്ടുമെന്നാണോ പറയുന്നത്? ഞങ്ങളുടെ കാല് വെട്ടുമെന്നാണോ പറയുന്നത്? എന്നാൽ കേട്ടോളൂ, ഞങ്ങൾ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, പടച്ച റബ്ബിലേക്ക് തിരിയൂ, അള്ളാഹുവിലേക്ക് തിരിയൂ, റബ്ബിലേക്ക് തിരിയൂ. അവർ ഉറച്ചു നിന്നു എന്നാണ്, ആ തൗഹീദിന്റെ മാർഗത്തിൽ അവർ ഉറച്ചു നിന്നു എന്നാണ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കിടയിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ തീവ്രവാദികളാകണം, നിങ്ങൾ ഒരു ചാവേറാകണം, ബോംബുണ്ടാക്കണം എന്നാണോ? അല്ല, ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. എന്നാൽ ഒരു രാജ്യത്തിന് വേണ്ടി മരിക്കണമെങ്കിൽ ഞങ്ങൾ മരിക്കാൻ തയ്യാറാകും. ഒരു സൈന്യമായി, ഒരു പട്ടാളമായി ജോയിൻ ചെയ്ത് രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ, നാടിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകും. പക്ഷെ നിയമം കയ്യിലെടുക്കൂല മുസ്ലിമീങ്ങൾ. ഒരു സാഹചര്യത്തിലും ഞങ്ങളുടെ ഗളച്ഛേദം ചെയ്താലും, കൈകാലുകൾ വെട്ടിക്കൊണ്ടുപോയാലും, നെഞ്ചത്താണി തറച്ചാലും നിയമം കയ്യിലെടുക്കൂല. അതുകൊണ്ട് മൂസാ നബി തന്റെ ജനതയോട് പറയാ, അസ്തഈനൂ ബില്ലാഹ് വസ്ബിറൂ വസ്ബിറൂ, അസ്തഈനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തഈനൂ ബില്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേട്. വസ്ബിറൂ, ക്ഷമിക്ക്, നിങ്ങൾ പരമാവധി ക്ഷമിക്ക്. ഇന്നൽ അർള ലില്ലാഹി യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹുവിനുള്ളതാണ് ആ ഭൂമി, അല്ലാഹുവിനുള്ളതാ ഭൂമി. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് അനന്തരമായി കൊടുക്കുമെന്ന് ഖുർആൻ പറയുകയാണ്.
ആ സന്ദർഭത്തിൽ മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ അതൊക്കെ ചോദിച്ചു പോകും. എന്താണ് മൂസാ നബിയുടെ ജനത ചോദിച്ചെന്നറിയോ? യാ മൂസാ മൂസാ ഊദീനാ മിൻ ഖബലി അൻ തഅതിയനാ വമൻ ബഅദി മാ ജിഅതനാ, നീ വരുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവരാ ഞങ്ങള്. എന്നാൽ ഞങ്ങളെ മോചിപ്പിക്കാൻ നീ വന്നു, ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നീ വന്നു. ഇനിയും ഞങ്ങൾ കഷ്ടതകളും നഷ്ടങ്ങളും സഹിക്കണോ? ഞങ്ങളുടെ മക്കൾ കൊല്ലപ്പെടുന്നത് ഞങ്ങൾ നോക്കി നിൽക്കണോ? ഞങ്ങളുടെ കൈകാലുകൾ മുറിക്കപ്പെടുന്നത് ഞങ്ങൾ നോക്കി നിൽക്കണോ? മൂസാ നബി പറഞ്ഞു, അസാ റബ്ബുക്കും അയ്യുഹ്ലിക അദുവക്കും, തീർച്ചയായും നിങ്ങൾ ബേജാറാകരുത്, അള്ളാഹു നിങ്ങളുടെ ശത്രുവിനെ തകർക്കുക തന്നെ ചെയ്യും. വയസ്തഖ്ലിഫക്കും ഫിൽ അർളി, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ കടന്നു വരാൻ, സ്വസ്ഥമായി സ്വച്ഛന്തമായി വിഹരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി തരും. ഫയൻദുർ കൈഫ തഅമലൂൻ, അപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളൂ എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, തന്റെ മുന്നിൽ ഞങ്ങൾ നീ വരുന്നതിന് മുമ്പും നീ വന്നതിനു ശേഷം പീഡിപ്പിക്കപ്പെടുന്നവരാണോ ഞങ്ങളെന്ന് ചോദിച്ച ആ ജനതയോട് മൂസാ നബി പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. എനിക്കത് ചെയ്യാൻ കഴിയും. റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി എനിക്കത് ചെയ്യാൻ കഴിയും. സിറിയയിൽ പീഡിപ്പിക്കപ്പെടുന്ന പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത മക്കൾക്ക് വേണ്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ വടുതലയുടെ ഈ ഭാഗത്തിരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും. മൂസാ നബി പറഞ്ഞ പ്രതിരോധം, മൂസാ അലൈഹിസ്സലാം പറഞ്ഞ പ്രതിരോധം, ഫറോവയുടെ കിരാതമായ കരാളഹസ്തങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മോചനത്തിനായി മൂസാ നബി പറഞ്ഞു കൊടുത്ത ആയുധം, ആ ആയുധം എനിക്കും നിങ്ങൾക്കും നടപ്പിലാക്കാൻ കഴിയും സഹോദരങ്ങളെ. അതെന്താ? വഖാല മൂസാ, മൂസാ നബി പറഞ്ഞു, യാ ഖൗം, ഓ ജനങ്ങളെ, ഇൻ കുന്തും ആമൻതും ബില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ എങ്കിൽ ഫഅലൈഹി തവക്കലു, അല്ലാഹുവിൽ ബരമേൽപ്പിക്ക്. ഇൻ കുന്തും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണോ? നിങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളാണെങ്കിലും, നിങ്ങൾ കേരള മുസ്ലിങ്ങളാണെങ്കിലും, നിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളാണെങ്കിലും, നിങ്ങൾ സൗദി മുസ്ലിങ്ങളാണെങ്കിലും, ഏത് രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഫഅലൈഹി തവക്കലു, അല്ലാഹുവിൽ ബരമേൽപ്പിക്ക്. ഫഖാലു, അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ആ പ്രസംഗം കേട്ട, ആ പ്രഭാഷണം കേട്ട, ആ ആഹ്വാനം കേട്ട ജനത പറഞ്ഞു, അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ ബരമേൽപ്പിക്കുകയാണ്. അല്ലാഹ്, ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം, ഞങ്ങളുടെ പൗരത്വത്തിന്റെ കാര്യം, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം, ഞങ്ങളുടെ സഹോദരങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കാര്യം, അതുപോലെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ കഴിയുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യം അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുകയാണ്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ, ഞങ്ങളെ അക്രമികളായ ഒരു ജനത, ആ ജനതക്കുള്ള പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റല്ല അല്ലാഹ്. വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ, അക്രമികളായ ഒരു ജനതയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച ആ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ സഹായമായി അവരെ സഹായിച്ചത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയാണ്. അലല്ലാഹി തവക്കൽനാ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ ബരമേൽപ്പിക്കുകയാണ്. ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഒരിക്കലും അക്രമികളായ ഒരു ജനതക്ക് നീ പരീക്ഷണ വസ്തുവാക്കല്ല അല്ലാഹ്. വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ, അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ കാഫിറുകളായ ജനതയിൽ നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യുക. അതുകൊണ്ട് മാത്രം തീർന്നോ? അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നില്ല. പടച്ചറബ് പറയാൻ, കണക്ക് കൂട്ടി ഞാൻ തരും. അത് ഏത് ബുദ്ധസന്യാസിയാണെന്ന് പറഞ്ഞാലും, ഏതവനാണെന്ന് പറഞ്ഞാലും ശരി. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബുറൂജിൽ കൃത്യമായി പറഞ്ഞു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് സംശയമുണ്ടാകാത്ത രൂപത്തിൽ പടച്ച റബ്ബ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് രേഖപ്പെടുത്തി വെച്ചു അവന്റെ കലാമിൽ, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ. ആരാണവർ? അന്നാരി ദാത്തിൽ വഖൂദ്, വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി ആ കിടങ്ങിൽ തീ നിറച്ച് വിശ്വാസികളായ ആളുകളെ ആ കിടങ്ങിലേക്ക് വലിച്ചിട്ട് അതിലിട്ട് അവരെ കത്തിക്കുമ്പോ ഇദ്ഹും അലൈഹാ ഖുഊദ്, അവരവിടെ വന്നിട്ട് അവിടെ നോക്കിയിരിക്കുകയാണ്, അത് കാണാനിരിക്കുകയാണ്. മാത്രമല്ല അതിനവർ സാക്ഷ്യം വഹിക്കുകയാണ്. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. ആ പ്രയാസം അനുഭവിച്ച്
ആ കിടങ്ങിൽ കിടന്ന് കത്തിയമരുന്ന വിശ്വാസികളുടെ വിലാപം കേട്ട് അവരവിടെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. മനസ്സിലാക്കണം, ഈമാനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ജീവനോടെ കത്തിക്കപ്പെട്ട മനുഷ്യർ പച്ചമാംസത്തിലേക്ക് തീ പടർന്നു കയറുമ്പോ, വേദന കൊണ്ടവർ വിലപിക്കുമ്പോ, വിശ്വാസികളുടെ വിലാപം കേട്ട് അവർ സന്തോഷിക്കുകയായിരുന്നു. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഒരിക്കലും എന്റെ അടിമകൾ അവർ തെറ്റുകാരല്ല, കുറ്റവാളികളല്ല, ഭീകരവാദികളല്ല, ക്രിമിനലുകളല്ല. അജയ്യനായ സ്തുത്യർഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും അവരെ ചെയ്തിട്ടില്ല. മതം മാറിയിരുന്നെങ്കിൽ അവർക്ക് അപകടമുണ്ടാകുമായിരുന്നില്ല. ഒരിക്കലും മതമാറ്റം അവർ നടത്തിയിരുന്നെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല. മതം മാറി അവർ ചെന്നിരുന്നെങ്കിൽ, വിശ്വാസം വലിച്ചെറിഞ്ഞവർ ചെന്നിരുന്നുവെങ്കിൽ കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നില്ല. എന്നാൽ അവർ ആക്ഷേപിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും കരിക്കപ്പെടാനും കാരണം അതേ അള്ളാഹുവിൽ അസീസായ, അതുപോലെ പ്രതാപവാനായ, ഹമീദായ, സ്തുത്യർഹനായ റബ്ബിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒന്നും അവർ ചെയ്തിട്ടില്ലെന്ന് ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഒരു കാര്യം ഓർത്തു വെച്ചേ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. പടച്ചവൻ വെറുതെ അല്ല നരകം സൃഷ്ടിച്ചത്. ചില ആളുകൾ ചോദിക്കും, പടച്ചവൻ എന്താ നീതിയായി കാണിക്കുന്നത്? നരകമൊക്കെ പടച്ചവൻ എന്തിനാ ഉണ്ടാക്കിയത്? ആ നരകത്തിലിട്ട് എന്തിനാ ആളുകളെ ശിക്ഷിക്കുന്നത് എന്ന് ചില വിവരമില്ലാത്ത ആളുകൾ ചോദിക്കും. നരകം വെറുതെ പടച്ചതല്ല. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളെയും വിശ്വാസിനികളെയും പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന ആളുകൾ ലം യതൂബു, അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ ഫലഹും അദാബു ജഹന്നം, അവർക്കാണ് ആളിക്കത്തുന്ന നരകം ഞാൻ ഒരുക്കി വെച്ചത്. വലഹും അദാബുൽ ഹരീഖ്, കരിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത, ശിക്ഷ നൽകപ്പെടുന്ന നരകം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരുക്കി വെച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, വിശ്വാസി സമൂഹം വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് വിശ്വാസ രംഗത്ത് അവരുടേതായ ഔന്നിത്യം പ്രകടിപ്പിച്ച് റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ, ഇസ്ലാം അവലംബിച്ചതിന്റെ പേരിൽ, ഖുർആനും സുന്നത്തും സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ, ഗളച്ഛേദം ചെയ്യപ്പെടുകയാണ് എങ്കിൽ, ശരീരം കുത്തിക്കീറുകയാണ് എങ്കിൽ, നമ്മുടെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുകയാണ് എങ്കിൽ, ആ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൂടുതൽ റബ്ബിലേക്ക് അടുക്കുവാനും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങളും പടച്ചവന്റെ നിർദ്ദേശങ്ങളും കൂടുതൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തഖ്വയുള്ളവരായി, അള്ളാഹുവിനോട്, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായി, പടച്ചവന്റെ സഹായത്തിനായി പ്രതീക്ഷയർപ്പിക്കുന്നവരായി ജീവിക്കണേ എന്നാണ് എനിക്കെന്നോടും എൻ്റെ സഹോദരങ്ങളോടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നെഞ്ചിൽ തൊട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലാ ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായി ജീവിക്കുമ്പോഴും, ഞങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങുമ്പോഴും ഒരു പോളെ കണ്ണടക്കാൻ കഴിയാതെ കടലിന്റെ നടുവിൽ അലഞ്ഞു നടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, റബ്ബേ അവർക്ക് നീ സമാധാനം കൊടുക്കണം. അല്ലാഹുവേ, ദശകങ്ങളായി അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അല്ലാഹുവേ അവർക്ക് നീ കരുത്തു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പീഡനം മുഴുവനും ജീവിതത്തിൽ പേറിയിട്ട് രാജ്യദ്രോഹിയാണ് അവനെന്ന് കേൾക്കുമ്പോ, അവർ കുടിയേറ്റക്കാരനാണെന്ന് കേൾക്കുമ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന ചെറുതായിരിക്കില്ലല്ലോ അല്ലാ. ഒരു ആയുഷ്കാലം മുഴുവനും പീഡനം ഏറ്റുവാങ്ങിയിട്ട് അവിടെ മുഴുവനും കടിച്ചമർത്തി സമാധാനിച്ച് ജീവിക്കുമ്പോ, മറ്റുള്ളവൻ വന്ന് കുറ്റം പറയുമ്പോ, കുത്തിപ്പറയുമ്പോ നെഞ്ചകത്തുണ്ടാകുന്ന വേദന, റബ്ബേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആ വേദന നീ നീക്കിക്കൊടുക്കണേ അല്ലാ. റബ്ബേ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലം നിന്റെ സ്വർഗത്തിൽ നൽകണം റഹ്മാനെ. ലോകത്തിന്റെ അട്ടദിക്കുകളിൽ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. മുസ്ലിമായതിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. റബ്ബേ, അവർക്ക് മുഴുവനും നീ കരുത്തു കൊടുക്കണേ അല്ലാ. റബ്ബേ, നിന്റെ തൗഹീദിൽ ദുനിയാവിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും വിശ്വാസികളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് ഉറച്ചു നിൽക്കുമെന്നാണല്ലോ നീ പഠിപ്പിച്ചത്. റബ്ബേ, ആ വഴിയിൽ നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, വിശ്വാസികളെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കല്ലേ അല്ലാ. ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് അബദ്ധധാരണ ഞങ്ങളുടെ കൽബിൽ ഇട്ട് തരല്ലേ അല്ലാ. ഒരു വേള, ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ സഹോദരങ്ങൾ കുടിയേറ്റക്കാരാണോ എന്ന് സംശയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർ അക്രമികളാണോ എന്ന് സംശയിച്ചിട്ടുണ്ട്.
റബ്ബേ അവർ രാജ്യദ്രോഹികളാണോ എന്ന് സംശയിച്ചിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും അവർ രാജ്യദ്രോഹികളല്ല, അവർ കുടിയേറ്റക്കാരല്ല എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാമല്ല. അത് ലോകത്തോട് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. പരിമിതമായ സൗകര്യമാണ് റബ്ബേ ഞങ്ങൾക്കുള്ളത്, പരിമിതമായ ഭാഷയാണ് റബ്ബേ ഞങ്ങൾക്കുള്ളത്. എത്ര ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്ലാ, പരിമിതമായ സാഹചര്യവും പരിമിതമായ സൗകര്യവും ഉപയോഗപ്പെടുത്തി റബ്ബേ ഞങ്ങൾ ഇത് പറയുന്നു. അല്ലാ, ഇത് ഏറ്റു പറയുന്നവരെ നീ ഉണ്ടാക്കണം റഹ്മാനെ, തെളിവുകൾ നിരത്തി പറയുന്നവരെ നീ ഉണ്ടാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോക രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മനസ്സ് നീ ഇണക്കിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, അവർ വഴി നിന്റെ സഹായം ഉണ്ടാവുക എന്നത് എളുപ്പം കഴിയുന്ന കാര്യമാണ്. നിനക്കത് സാധിക്കുമല്ലോ, നീ അങ്ങനെ നടപ്പാക്കുമല്ലോ റബ്ബേ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ നജാശി രാജാവിനെ കൊണ്ടുവന്ന് നിർത്തിയ റബ്ബേ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഫറോവയുടെ മുന്നിൽ മൂസാ നബിയെ കൊണ്ടുവന്ന് നിർത്തിയ റബ്ബേ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന റബ്ബേ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാനലോകത്തിൽ നിന്ന് മലക്കുകളെ ഇറക്കി സഹായിച്ച റബ്ബേ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബേ, നീ ആ സഹായം ഞങ്ങൾക്ക് തരണം റഹ്മാനെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ദഅവ നടത്തി പ്രബോധനം നടത്തി അതിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ റബ്ബേ, അവർക്ക് നീ അവരുടെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കണം റഹ്മാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ, തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനം നൽകണം റഹ്മാനെ, ഞങ്ങളുടെ രാഷ്ട്രത്തിന് നീ സമാധാനം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് നീ സമാധാനം തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈ രാജ്യത്തിന്റെ സമാധാനം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നവരെ നീ കെടുത്തിക്കളയണം റഹ്മാനെ. അല്ലാഹുവേ, ഈ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ആളുകള്, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകള് റബ്ബേ, അവർക്ക് നല്ല മനസ്സ് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീൻ അറിയാൻ, നിന്റെ ദീൻ നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ അയൽവാസികൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ അനുഗ്രഹം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വേദനിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, അവരോട് കനിവുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അല്ലാഹുവേ, ഹാദ ദുആ മിങ്കൽ ഇജാബ, ഇത് പ്രാർത്ഥനയാണ് അല്ലാ, നിന്നിലേക്കുള്ള തേട്ടമാണ് അല്ലാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ നീയാണ് അല്ലാ. നീ സഹായിക്കണം റഹ്മാനെ, നിന്റെ സഹായം ഉണ്ടാകണം റഹ്മാനെ. ആ സഹായത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ആ സഹായമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവൻ നീയാണ്. നിന്റെ ഈമാൻ, നിന്റെ വിശ്വാസം, നീ പഠിപ്പിച്ച ഇസ്ലാം, നിന്റെ പ്രവാചകൻ, നിന്റെ കിതാബ്, നീ പറഞ്ഞു തന്ന ഖിബ്ല, ഇത് മുഴുവനും അംഗീകരിക്കുന്ന ഞങ്ങൾ റബ്ബേ, ഇഹത്തിലും നാളെ ഖബറിലും അതൊരുപോലെ നിലനിർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ദുനിയാവിൽ ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ വ്യതകൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന കൊടും ഭീകരതകൾ, കൊടും പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.